ഡിബേറ്റ് വിത്ത് മാധു സജി. പുറത്തിറങ്ങി ഒരു കാലിച്ചായ കുടിക്കണമെങ്കിൽ രൂപ 15 കൊടുക്കണം. ഒരു സ്കൂട്ടറെങ്കിലും എടുത്ത് പുറത്തിറങ്ങാൻ 1 ലിറ്റർ പെട്രോളിന് നൽകണം 113 രൂപ. അതിൽ 34 രൂപ 19 പൈസയും പോകുന്നത് സംസ്ഥാന സർക്കാരിനാണ്. ഏതാണ്ട് 1/3 തൊട്ടു താഴെ എത്തുന്ന തുക. ഇക്കഴിഞ്ഞ ഒരു മാസത്തിനിടെ 4 തവണ ഇന്ധന വില ഉയർത്തി. ഓരോ തവണയും കൂട്ടുമ്പോഴും സംസ്ഥാനത്തുള്ള പൈസയും കൂടുകയാണ്. നേരത്തെ നികുതി ഭീകരത എന്ന് വിളിച്ച നേതാവാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. വിലക്കയറ്റത്തിൽ വിസ്മയമില്ലേ? കോൺഗ്രസിൽ നിന്ന് ശ്രീ രാജു പി നായർ, CPM-ൽ നിന്ന് അഡ്വക്കേറ്റ് KS അരുൺകുമാർ, വലത് നിരീക്ഷകൻ ശ്രീ ഷാബു പ്രസാദ്, മാധ്യമപ്രവർത്തകൻ ശ്രീ ആനന്ദ് കൊച്ചുകൂടി എന്നിവർ നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിൽ. ശ്രീ രാജു പി നായർ, പ്രതിപക്ഷത്തൊരു നയം, ഭരണപക്ഷത്തൊരു നയം. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ പറഞ്ഞതൊക്കെ മറന്നു, ഇപ്പോൾ പഠിക്കണം എന്നാണോ? മാധു, നമ്മൾ ഏതൊരു സർക്കാരും വരുമ്പോൾ ആ സർക്കാരിനൊരു കൂളിംഗ് പീരീഡ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഹണിമൂൺ പീരീഡ് എന്നൊക്കെ പറയുന്ന ഒരു സമയം കൊടുക്കാറുണ്ട്. ഈ VD സതീശൻ സർക്കാർ അധികാരത്തിലേക്ക് വന്നിട്ട് ഏതാണ്ട് 15 ദിവസത്തിനടുത്ത് മാത്രമേ ആയിട്ടുള്ളൂ. ഈ സർക്കാരിൻ്റെ കാലത്ത് 10 വർഷത്തിന് ശേഷമാണ് ഒരു ഭരണമാറ്റം ഉണ്ടാകുന്നത് എന്നുള്ളത് കൂടി അതിനകത്ത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. 10 വർഷക്കാലം കൊണ്ട് കേരളത്തിൻ്റെ കടം 1.5 ലക്ഷം കോടി ഉണ്ടായിരുന്നു, 6 ലക്ഷം കോടിയെടുക്കും മേലെ എത്തി. പൊതുവെ ഒരു സർക്കാർ മാറി വരുമ്പോൾ ആ സർക്കാർ അതിൻ്റെ ധനസ്ഥിതി എന്താണെന്ന് പഠിക്കണം. ഇവിടെ ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളും ഇവിടെ ഈ സർക്കാർ കഴിഞ്ഞ സർക്കാരിൻ്റെ ഉണ്ടായിരുന്ന ഒരു ധനകാര്യ മിസ്മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ധൂർത്തും എല്ലാം കൂടി ചേർന്ന് വലിയ ബാധ്യത ഈ സംസ്ഥാനത്തിൻ്റെ ഖജനാവിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങളുടെ ആരോപണമാണ്. ആ ആരോപണം സാധൂകരിക്കുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മൾക്ക് പൊതുവെ ജനങ്ങൾക്ക് 10 വർഷത്തിന് ശേഷം ഭരണം ഏറ്റെടുക്കുമ്പോൾ എന്താണ് ഈ ഖജനാവിൻ്റെ അവസ്ഥ എന്നുള്ളത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധവളപത്രത്തിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂൺ ആദ്യവാരത്തോടെ ധവളപത്രം പുറത്തു വരും എന്നുള്ളത് നമുക്കറിയാലോ. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർധനവ് പല തവണയായിട്ട് ഉണ്ടാകുന്നു. അത് ഏകദേശം സ്റ്റെബിലൈസ് ചെയ്തിട്ടില്ല. സ്റ്റെബിലൈസ് ചെയ്യാത്തൊരു സാഹചര്യത്തിൽ നിലനിൽക്കുമ്പോൾ ഇന്ന് ഇത്തരത്തിലുള്ളൊരു ആവശ്യം ഉന്നയിക്കുന്നത് സത്യം പറഞ്ഞാൽ CPM-നെ സംബന്ധിച്ചോളം അവർക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടാവും. പക്ഷേ നമ്മൾ ചർച്ച നടത്തുമ്പോൾ ആ ചർച്ചയിൽ നമ്മൾ കുറച്ചുകൂടി നമ്മൾ ഒബ്ജക്റ്റീവ് ആവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇന്ധനവില സ്റ്റെബിലൈസ് ചെയ്യുക എന്ന് പറയുന്നത് അന്താരാഷ്ട്ര സാഹചര്യങ്ങളെ കൂടി പരിഗണിക്കുകയാണെങ്കിൽ ഈ അടുത്ത കാലത്ത് സാധ്യമല്ല. ഹണിമൂൺ പീരീഡ് 5 വർഷക്കാലം നീണ്ടു നിൽക്കുകയും സ്വാഭാവികമല്ല. രാഷ്ട്രീയ തീരുമാനങ്ങളിൽ അളിയനെ പിടിച്ച് പോലീസിന് കൊടുക്കുക എന്ന് പറയുന്നൊരു നയം ഉണ്ടായിരുന്നല്ലോ, അതിന് പഠനം ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോ ഈ കാര്യത്തിൽ മാത്രം എന്താണ് ഇത്ര പഠനം? അല്ല, ഞാൻ ചോദിക്കുന്നത് ഞങ്ങൾ എപ്പോഴാണ് അത് ആവശ്യപ്പെട്ടത്? പിണറായി വിജയൻ സർക്കാർ 2016 വന്നതിന് ശേഷം 2021 ഇത്തരത്തിൽ ഉള്ളൊരു ആവശ്യം. കാരണം 2020 കോവിഡിന് ശേഷം വന്നിരിക്കുന്നു. അപ്പോൾ വലിയ രീതിയിൽ ഫ്യൂവൽ പ്രൈസ് കൂടുന്നു. അപ്പോൾ ശ്രീ VD സതീശൻ അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ കേരളത്തിൻ്റെ നിയമസഭയിൽ എന്താ പറഞ്ഞത്? ഇത്രമാത്രം വലിയ ദുസ്ഥിതിയിൽ ഇന്ന് കേരളത്തിലെ ജനങ്ങൾ നിൽക്കുമ്പോൾ ഈ കിട്ടുന്ന അധികമായിട്ടുള്ള വരുമാനമുണ്ട്, ആ വരുമാനം മുഴുവനായിട്ട് ഒഴിവാക്കണമെന്ന് പറയുന്നില്ല. പക്ഷേ ടാർഗറ്റഡ് സബ്സിഡി ആയിട്ട് കൊടുക്കണം. വൾണറബിൾ ഗ്രൂപ്പ്സിന് എന്ന് വെച്ചാൽ മത്സ്യത്തൊഴിലാളികൾക്ക്, ഓട്ടോ തൊഴിലാളികൾക്ക്, ടാക്സികൾക്ക് ഒരു ടാർഗറ്റഡ് സബ്സിഡി ആയിട്ട് ഈ നികുതി കൊടുക്കണമെന്നുള്ള കാര്യം ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്, സംശയമൊന്നുമില്ല. പക്ഷേ കേരളത്തിൻ്റെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇന്നുള്ള രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ ധനസാഹചര്യം എന്താണെന്നൊരു സർക്കാരിന് പഠിക്കാനുള്ള സമയമെങ്കിലും കൊടുക്കുക എന്നുള്ളത് മാന്യതയല്ലേ? തുടർഭരണത്തിൽ വന്ന പിണറായി വിജയൻ സർക്കാരിനോട് 2021 ചോദിച്ച ചോദ്യമല്ലല്ലോ 10 വർഷത്തെ ഒരു ഭരണത്തിന് ശേഷം ഒരു ഗവൺമെൻറ് മാറി വരുമ്പോൾ ഉണ്ടാകുന്നത്. അവിടെ ആ ഗവൺമെൻറ്റിന് സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഞാൻ ചോദിക്കുന്നത്, മാധുവിൻ്റെ വീട്ടിൽ മാധു ഒരു വരുമാനം വേണ്ട എന്ന് വെക്കണമെങ്കിൽ മാധുവിൻ്റെ ബജറ്റും മാധുവിൻ്റെ വരവും ചെലവും എന്താണെന്ന് മാധു ഒന്ന് പ്രാഥമികമായിട്ടെങ്കിലും പഠിക്കാൻ ചെയ്യാൻ പറ്റുമോ? അല്ലാതെ വെറുതെ ഓഫ് ഹാൻഡ് ആയിട്ട് എനിക്ക് ആ പൈസ വേണ്ട എന്ന് പറയാൻ തീരുമാനിക്കാൻ പറ്റുമോ? അല്ല. ഇവിടെ ഇന്ന് മുഖ്യമന്ത്രി കേരളത്തിൻ്റെ നിയമസഭയിൽ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, നമ്മുടെ വിപണിയിലെ വിലക്കയറ്റത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ടുള്ള സപ്ലൈകോയുടെ ഇടപെടലില്ലായ്മ. സപ്ലൈകോ മാർക്കറ്റിൽ ഇടപെടാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? സപ്ലൈകോയ്ക്ക് 2800 കോടി രൂപയ്ക്ക് എടുത്ത് കൊടുക്കാൻ മുഖ്യമന്ത്രി VD സതീശനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തിന്റെ ധനപരമായ ഞാൻ വളരെ പോസിറ്റീവായിട്ട് പറയുന്നത്, സംസ്ഥാനത്തിന്റെ ധനപരമായ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു അധിക സ്റ്റഡി പെട്ടെന്നൊരു ദിവസം വേണ്ട ഒരാൾ പോലുമല്ല. അദ്ദേഹം തന്നെ വളരെ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്, ഈ സെസ് ഏർപ്പെടുത്തിയ സമയത്ത് ഞാനത് അപകടകരമാണ് എന്ന് പറഞ്ഞു. സംസ്ഥാനത്തിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുൻപ്
പെട്രോൾ ഫുൾ ടാങ്ക് അടിച്ച് ചരക്ക് ലോറികളടക്കം ഇങ്ങോട്ട് വരുന്ന സാഹചര്യം ഉണ്ടാകും. 1.5 കോടി ലിറ്ററിന്റെ കുറവ് വന്നു എന്ന് ഒരു വർഷക്കാലം ഞാൻ പറഞ്ഞിട്ട് കേൾക്കാഞ്ഞിട്ട് ഒരു വർഷക്കാലം കഴിഞ്ഞപ്പോൾ ഞാൻ വസ്തുതാപരമായ കണക്കുകളടക്കം ധനമന്ത്രിയോട് പറയുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഈ കാര്യങ്ങൾ, അദ്ദേഹത്തിന് അറിയുന്ന കാര്യമാണ്. നിലവിലുള്ള വരുമാനവുമായി ബന്ധപ്പെട്ട് അല്ലല്ലോ, ഇപ്പോൾ അധികമായി കിട്ടുന്ന വരുമാനമാണ്. ഇനി ധവളപത്രം പുറത്തിറങ്ങുമ്പോൾ ധവളപത്രവുമായി ബന്ധപ്പെട്ട കാര്യം ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്താണ് പറയുന്നത്? ആ കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല, അത് വരട്ടെ. അതൊരു പൊളിറ്റിക്കൽ പേപ്പർ ആയിരിക്കില്ല. അത് കൃത്യമായി കേന്ദ്രത്തിൽ നിന്ന് എന്ത് കിട്ടി, എന്താണ് നമ്മുടെ വരുമാനം, എന്താണ് ചെലവ് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നതാണ്. അപ്പൊ ധവളപത്രം അവിടെ നിൽക്കട്ടെ എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. ഇതൊരു അധിക വരുമാനമാണ്, അത് വേണമെങ്കിൽ വേണ്ട എന്ന് വെക്കാം. അങ്ങനെ വേണ്ട എന്ന് വെച്ച ചരിത്രം ഇവിടെ സംസ്ഥാന സർക്കാരുകൾക്കുണ്ട്, ഉമ്മൻചാണ്ടി സർക്കാരിനുണ്ട്, അതെല്ലാം ഉണ്ട്. കഴിഞ്ഞ സർക്കാരിനെ കുറ്റവും പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായും ഈ സർക്കാരിന് ബാധ്യതയില്ലേ? മാധു, അതുകൊണ്ട് തന്നെയാണല്ലോ പറഞ്ഞത്. അദ്ദേഹം ഇത് ഒഴിവാക്കില്ല എന്ന് പറഞ്ഞില്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് അല്പം കൂടി സമയം വേണം. അങ്ങ് തന്നെ പറഞ്ഞു വി ഡി സതീശനെ സംബന്ധിച്ചോളം കൃത്യമായിട്ട് കാര്യങ്ങളെ സംബന്ധിച്ച് പഠിക്കുകയും അതിന്റെ ധാരണയോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ സെസ്സിന്റെ കാര്യത്തെ സംബന്ധിച്ച് അങ്ങ് അദ്ദേഹം പറഞ്ഞു കറക്റ്റാണ്. കഴിഞ്ഞ സർക്കാരിന്റെ സമയത്തുള്ള ഒരു തെറ്റായ ഇതാണ്. എന്തിനു വേണ്ടിയാണ് സെസ് ഏർപ്പെടുത്തിയത്? നോക്കൂ, കേരളത്തിൽ സാമ്പത്തിക ഇവർക്ക് എന്താ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി, സാമൂഹ്യ സുരക്ഷ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞാൽ അധിക സെസ് ഏർപ്പെടുത്തി ഇല്ലേ? 3 രൂപയാണ് കേരളത്തിൽ സെസ് മാത്രമായിട്ട് പിരിക്കപ്പെടുന്നത്. ഇതിനൊക്കെ അപകടമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, പഠിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് പുറത്തുനിന്ന് നയപരമായ കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളൊരു കാര്യത്തിൽ അഭിപ്രായം പറയുന്നത് പോലെ അല്ല ഒരു ധനസ്ഥിതി എന്താണെന്ന് പഠിക്കുന്നത്. പല സ്ഥലത്ത് നമുക്ക് ലഭിക്കേണ്ട പണം എവിടെയാണ്, നമുക്ക് എവിടെയാണ് നഷ്ടം വരുന്നത്. ശരി, ഞാൻ എങ്ങനെ വരാം. അഡ്വക്കേറ്റ് കെ സെൻകുമാർ, അല്ല അങ്ങനെയല്ല, അല്ല മാധു അങ്ങനെയല്ല, അല്ല ഒരു സെക്കൻഡ് മാധു അങ്ങനെയല്ല. മാധു ആവശ്യപ്പെടുന്നത് കേരളത്തിന്റെ ധനകാര്യ രംഗത്ത് റെക്ലെസ് ആയിട്ടുള്ള തീരുമാനം എടുക്കണം എന്നാണോ മാധു ആവശ്യപ്പെടുന്നത്? വൈകാരികമായിട്ട് നിങ്ങൾ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് നമ്മുടെ സാമ്പത്തിക സ്ഥിതി എന്നുള്ളതിനെ കൃത്യമായിട്ട് രേഖകളുടെ അടിസ്ഥാനത്തിൽ, കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അവധാനതയോട് പഠിക്കാതെ റെക്ലെസ് ഡിസിഷൻ അദ്ദേഹത്തിന്റെ തന്നെ അഭിപ്രായങ്ങളെ ചൂണ്ടിക്കാണിച്ചു. ഞാനിതിന്റെ അഭിപ്രായം പറഞ്ഞില്ല, അദ്ദേഹത്തിന്റെ തന്നെ മുൻ അഭിപ്രായത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിപ്പോൾ ഉണ്ടോ ഇല്ലയോ ഞാൻ ചോദിച്ചുള്ളൂ. അങ്ങ് ആവശ്യപ്പെടുന്നത് ഈ പേപ്പർ വരട്ടെ, ധനകാര്യസ്ഥിതി എന്താണെന്ന് സർക്കാർ ഒന്ന് വിലയിരുത്തട്ടെ, അതിനുശേഷം തീരുമാനമെടുക്കാമെന്നാണ്. ഞാനത് റെസ്പെക്ട്ഫുൾ എന്ന നിലയ്ക്ക് എടുക്കുന്നു. ഞാൻ എടുക്കുന്നുവെങ്കിൽ അങ്ങയുടെ വാദം എടുക്കുന്നു. അഡ്വക്കേറ്റ് കെ സെൻകുമാർ, ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് പഠിക്കേണ്ടതുണ്ട് നിലവിലത്തെ സാമ്പത്തിക സാഹചര്യം എന്താണ് എന്നതിനെ കുറിച്ച്. ഇപ്പോൾ 3100 കോടി, ഡീസലിന് 1617 കോടിയുടെയും പെട്രോൾ ഇനത്തിൽ 1466 കോടിയുടെയും മുഴുവൻ 3600 കോടിയിലധികം അധിക വരുമാനം കിട്ടിയപ്പോൾ 1 രൂപ കുറയ്ക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. മാത്രമല്ല, ഇതിനു മുൻപുണ്ടായിരുന്ന ധനമന്ത്രിയോട് വിഹിതം കുറയ്ക്കണമെന്ന ആവശ്യം എങ്ങനെ? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 4 തവണ പെട്രോളിന്റെയും 2 തവണ ഡീസലിന്റെയും അധിക വരുമാനം വേണ്ട എന്ന് വെച്ചു. ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് ആദ്യത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് നികുതി വരുമാനം കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അത്തരം മണ്ടത്തരം കാണിക്കില്ല എന്നായിരുന്നു തോമസ് ഐസക്കിന്റെ മറുപടി. അത് സഭാരേഖയിലുണ്ട് എന്ന് ഇന്ന് മുഖ്യമന്ത്രി പറയുന്നു. എന്നിട്ട് കെ എൻ ബാലഗോപാലിനോട് ചോദിക്കുന്നു, ഞാൻ ആ മണ്ടത്തരം കാണിക്കണം എന്നാണോ ചോദിക്കുന്നത് എന്ന്. കുറച്ചു മുമ്പ് രാജു പി നാരായണനോട് എന്നോട് ചോദിക്കുകയാണ്, മാധു അങ്ങനെയാണോ ചോദിക്കുന്നത്? മണ്ടത്തരം കാണിക്കണം എന്ന് അദ്ദേഹം സഭയിൽ ചോദിച്ച അതേ ചോദ്യമാണ് ചോദിക്കുന്നത്. അങ്ങനെ കുറയ്ക്കണം എന്നൊരു ഇടതു നയം ഉണ്ടായിട്ടില്ലെങ്കിൽ എന്തിനാണ് ഇന്ന് അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത്? ഏതായാലും ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി തുറന്ന് സമ്മതിച്ചു, ഈ കഴിഞ്ഞ 5 വർഷവും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ പെട്രോൾ ഡീസൽ വിലവർധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ പ്രസ്താവനകളെല്ലാം പഠിക്കാതെയായിരുന്നു എന്ന്. ഇപ്പോ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയായി എന്നല്ലാതെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില നിശ്ചയം, അതായത് സെയിൽ ടാക്സ് ആയാലും അധിക നികുതി ആയാലും മറ്റ് ശതമാനമായാലും ഒരു വ്യത്യാസം വന്നിട്ടില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ 30.8% പെട്രോളിന്റെ സ്റ്റേറ്റ് നികുതി, 1 രൂപയാണ് അഡീഷണൽ സെയിൽ ടാക്സ്, 1% സെസ്, 2 രൂപയാണ് സാമൂഹ്യ സുരക്ഷാ സെസ്. ഇതിലൊരു മാറ്റവും വന്നിട്ടില്ലല്ലോ. 4 തവണയായി 8 രൂപയോളം പെട്രോളിനും ഡീസലിനും വില വർദ്ധിച്ചു എന്നുള്ളൊരു മാറ്റം മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പൊ അത്തരത്തിൽ വില വർദ്ധിക്കുമ്പോൾ സംസ്ഥാനത്തിന് കിട്ടുന്ന അധികമായി കിട്ടുന്ന സെയിൽ ടാക്സ്, സംസ്ഥാന നികുതിയുടെയും മറ്റ് സെസ്സുകളിലും ഉണ്ടാകുന്ന വർധനവ്, ആ വർധനവിൽ കുറവ് വരുത്തണം, അധിക നികുതി കുറവ് വരുത്തണം. ടാക്സ് ടെററിസമാണ്, സംസ്ഥാനത്ത് നികുതി ഭീകരതയാണ് എന്ന് പറഞ്ഞ് സൈക്കിൾ ചവിട്ടി കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് നിയമസഭയിലെത്തി. കാളവണ്ടിയിൽ ഓടിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി. മറ്റ് പ്രതീകാത്മകമായിട്ടുള്ള നിരവധി സമരങ്ങൾ നടത്തി. ആ സമരങ്ങൾ നടത്തിയപ്പോൾ ഉണ്ടായ സാഹചര്യം തന്നെയല്ലേ ഇപ്പോഴുള്ളത്. ഒരു ടാക്സിലും വ്യത്യാസം വന്നിട്ടില്ല, അതേ ശതമാനം തന്നെയാണ്. അപ്പൊ അന്ന് പഠിക്കാതെയാണോ അദ്ദേഹം ഇത്തരം വർത്തമാനങ്ങളൊക്കെ പറഞ്ഞത്?
ഓരോ വർധനവ് വരുമ്പോഴും സംസ്ഥാനം ടാക്സ് കുറയ്ക്കണം, നികുതി ഭാരം ജനങ്ങൾക്ക് മേൽ ഏൽപ്പിക്കരുത് എന്ന് തുടർച്ചയായി നിരവധി തവണ ആവർത്തിച്ച ആ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ മുഖ്യമന്ത്രി പറയുന്നു അധിക നികുതി കുറയ്ക്കുന്നത് മണ്ടത്തരമാണെന്ന്. ഞങ്ങൾ അത് എന്തു ചെയ്തു എന്നവിടെ നിൽക്കട്ടെ, ഞങ്ങൾ ചെയ്തത് മുഴുവൻ പിശകാണ്, അത് ശരിയല്ല എന്നായിരുന്നല്ലോ UDF-ന്റെ വാദം. അതല്ലേ അവർ നിരന്തരമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് അന്നൊരു നയമില്ലാതിരിക്കുകയും നിങ്ങൾക്ക് അന്നതൊരു മണ്ടത്തരമായി തോന്നുകയും ചെയ്തപ്പോൾ പ്രതിപക്ഷത്തേക്ക് പോകുമ്പോൾ ഇപ്പോഴത് ബുദ്ധിമാന്മാരുടെ പരിപാടിയായി മാറിയത് എങ്ങനെയാണ്? അല്ല, ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം LDF സർക്കാർ ഓരോ കാര്യങ്ങൾ നടപ്പാക്കുമ്പോഴും ഇപ്പൊ പെട്രോൾ ഡീസൽ വിലവർധന വന്നാൽ അപ്പോൾ തന്നെ സംസ്ഥാന ടാക്സ് വെട്ടിക്കുറയ്ക്കണം എന്ന് നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടയാൾ മുഖ്യമന്ത്രിയായിട്ട് വരുമ്പോൾ ഇപ്പോഴെടുക്കുന്ന നിലപാട് എന്താണ്? കടമെടുക്കാതെ ഖജനാവ് നിറയ്ക്കുന്ന മാന്ത്രിക വിദ്യ എനിക്കറിയാം എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നയാൾ ആദ്യം 1800 രൂപ കടമെടുക്കുന്നു, ഇപ്പൊ 6800 രൂപ കടമെടുക്കാൻ ശ്രമിക്കുന്നു. PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധിക്ക് എതിരാണെന്ന് പറഞ്ഞ് അന്ന് LDF എക്സ്റ്റെൻഡ് ചെയ്യാതിരുന്നപ്പോ കളിയാക്കുകയും പ്രതീകാത്മകമായി നിരവധി സമരങ്ങൾ നടത്തി ആക്ഷേപിച്ചവർ ഭരണത്തിൽ വന്നു, എക്സ്റ്റെൻഡ് ചെയ്യുന്നു, 2-ാം ദിവസം അത് പിൻവലിക്കുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. അന്ന് മോടി പിടിപ്പിക്കുകയാണ്, മന്ത്രിമാരുടെ മന്ദിരത്തിൽ പണം മുടക്കിയാണെന്ന് പറഞ്ഞ് അതെല്ലാം മോടി പിടിപ്പിക്കലായവർ ഇപ്പൊ അറ്റകുറ്റപ്പണിയായിട്ട് ചുരുക്കി. എന്തേ മുഖ്യമന്ത്രി തന്നെ കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് താമസം മാറ്റാത്തത്? ക്ലിഫ് ഹൗസിൽ കോടിക്കണക്കിന് രൂപയുടെ അറ്റകുറ്റപ്പണി അഥവാ മോടി പിടിപ്പിക്കൽ നടക്കുകയാണ്. അതുപോലെ തന്നെ ഗവൺമെന്റിന് തുടർച്ചയാണ്, വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച വേണം എന്ന് ഇപ്പൊ പറയുന്നു. അതുകൊണ്ട് തന്നെയാ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച വേണമെന്ന് ഇപ്പൊ പറയുന്നു. ഒറ്റ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അല്ല ഒരിടത്തൊന്നല്ല. അങ്ങേ ഈ പുട്ടിനെ പീരിടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കണ്ട. നമുക്കറിയാം എന്താ നടക്കുന്നതെന്ന്. കന്റോൺമെന്റ് ഹൗസിൽ 3 ആഴ്ചയായിട്ട് താമസിക്കുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ക്ലിഫ് ഹൗസിലേക്ക് മാറുന്നില്ല? അങ്ങ് പോസിറ്റീവായിട്ടൊന്ന് അന്വേഷിച്ചു നോക്ക്. ഇവിടെ കോൺഗ്രസ് പറയുന്ന വാദവും എന്റെ പറയുന്ന വാദവും തുലനം ചെയ്തു നോക്കാതെ എന്റെ പറയുന്ന വാദത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഖണ്ഡിക്കാൻ വേണ്ടി അങ്ങ് ഇത്തരം ക്വസ്റ്റ്യൻ ചോദിക്കുകയും വേണ്ട. കാരണം മാന്യമായിട്ട് വേണം ചോദിക്കാൻ. കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇതുവരെ ഒഴിയാത്തത് ഒന്ന് ചോദിച്ചു നോക്ക് കോൺഗ്രസിന്റെ പ്രതിനിധിയോട്. എന്താ അവിടെ മോടി പിടിപ്പിക്കൽ അറ്റകുറ്റപ്പണി ഒന്നും നടക്കുന്നില്ലേ? നിങ്ങൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ഗ്രാവിറ്റി കുറയ്ക്കുന്നത്. നിങ്ങളൊരു പ്രിവിലേജ് കൊടുക്കുകയാണ്. നിങ്ങൾ പറയാണ് ഒരു ബ്രീത്തിങ് ടൈം, ആ ബ്രീത്തിങ് ടൈം ഒക്കെ നിങ്ങൾ കൊടുത്തോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്തപ്പെട്ട പ്രതികരണം അടക്കം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് പ്രതിപക്ഷത്തിരുന്നപ്പോഴത്തെ നയം മാത്രമാണോ എന്ന് ഞാൻ ചോദിച്ചു. പഠിക്കാതെയാണോ പറഞ്ഞത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഇത് എന്താണ് അദ്ദേഹം പറഞ്ഞു എവിടെയെങ്കിലും പറയുന്നത് പോലെയല്ല. അപ്പൊ എവിടെയെങ്കിലും പറഞ്ഞപ്പോൾ മാത്രമാണോ നിങ്ങൾ പറഞ്ഞത് എന്ന് ഞാൻ ചോദിച്ചു. അങ്ങയോടും അത് തന്നെ ചോദിക്കുന്നുള്ളൂ. അങ്ങയുടെ പാർട്ടിയുടെ നേതാക്കൾ പറഞ്ഞ കാര്യത്തിൽ അങ്ങ് ഇപ്പോൾ പറഞ്ഞതിൽ ഒരു ഉണ്ടായപ്പോൾ അതും ചോദിച്ചു. ഇനി പുട്ടിന് പീര വേണ്ടെങ്കിൽ വേണ്ട, അങ്ങ് പറഞ്ഞോളൂ. ഇല്ല ഒരു ഘടകവിരുദ്ധതയല്ല ഈ വിഷയത്തിന്റെ ഗ്രാവിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാ. ഇപ്പൊ ഡോക്ടറെ പാമ്പ് കടിച്ചു, ഞങ്ങൾ അത് ഉന്നയിക്കുന്നില്ല. അതുപോലെ രോഗി പുഴുവരിച്ചു തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജില്, ഞങ്ങൾ അത് ഉന്നയിക്കുന്നില്ല. കട്ടിലിൽ നിന്ന് വീണ് രോഗി മരിച്ചു, ഞങ്ങൾ ഉന്നയിക്കുന്നില്ല. അതുപോലെ 70-കാരിയുടെ ഞരമ്പ് മുറിച്ച് നടന്നുപോയ ആളെ കിടത്തി കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. എറണാകുളം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവ്, ഞങ്ങൾ പറയുന്നില്ല. ഈ വകുപ്പ് വെന്റിലേറ്ററിലാണോ അതോ മോർച്ചറിയിലാണോ എന്നാണ് ഈ കെ മുരളീധരൻ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ചോദിച്ചത്. അതുപോലെ തന്നെ അമ്പേ പരാജയം, ആരോഗ്യമന്ത്രി വട്ടപൂജ്യം എന്ന് എന്തും പത്രസമ്മേളനം നടത്തി അദ്ദേഹം തന്നെ ഇപ്പോ ആരോഗ്യമന്ത്രിയായി വന്നിരിക്കുന്നു. ഞങ്ങൾ ഉന്നയിക്കുന്നില്ല. 3 പേരെ ആന ചവിട്ടിക്കൊന്നു, ഞങ്ങൾ പറഞ്ഞോ ആന ഇറങ്ങി വന്നു, UDF വന്നപ്പോ വന്നു എന്നല്ല. അന്നും ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചപ്പോ ശവശരീരവും മൃതശരീരവും പിടിച്ചുകൊണ്ട് റോഡ് ബ്ലോക്ക് ചെയ്ത് സമരം നടത്തിയ MLA-മാർ, UDF-ന്റെ MLA-മാരെ നിരവധി നമ്മൾ കാണുന്ന സാഹചര്യം ഉണ്ടായി. അതുപോലെ എത്രയോ സാഹചര്യം. ഇപ്പൊ കേരളയിൽ മഞ്ഞക്കുറ്റി ഞങ്ങൾ ഒഴിവാക്കി, കാവിക്കുറ്റി വന്നു. 90% മണ്ണും അങ്ങ് ഇളകി മറിഞ്ഞു കിടക്കിയ ട്രെയിൻ ഓടാൻ പറ്റില്ല. 2 ആഴ്ച കൊണ്ട് 90% മണ്ണും ഉറച്ചല്ലോ. അന്ന് സ്റ്റാൻഡേർഡ് ഗേജ് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ സ്റ്റാൻഡേർഡ് ഗേജിൽ തന്നെ സാക്ഷാൽ മെട്രോമാൻ റെയിൽ കൊണ്ടുവരാൻ പോകുന്നു. അപ്പൊ UDF-ന്റെ കാലത്ത് പ്രതിപക്ഷമായി ഇരിക്കുമ്പോൾ LDF-ന്റെ കാലത്ത് പ്രതിപക്ഷമായി ഇരിക്കുമ്പോൾ ഇവരെടുത്ത നിലപാടിൽ നിന്ന് ഘടകവിരുദ്ധമായി മാറുന്നത് 2 ആഴ്ച കൊണ്ട് നമ്മൾ കാണുകയാണ്. അതിന് ഗൗരവത്തിൽ തന്നെയാണ് ജനം കാണുന്നത്. വിമർശനം ഉന്നയിക്കാനുള്ള കാര്യവുമുണ്ട്, അത് കൃത്യമാണ്, അതാണ് രാഷ്ട്രീയ പ്രതികരണം. ശരി, പക്ഷെ ഞാൻ ചോദിച്ചുകൂടി പറയൂ, ഇപ്പോ പ്രതിപക്ഷത്ത് നിന്ന് ഭരണപക്ഷത്തേക്ക് വരുമ്പോൾ നിലപാട് മാറുന്നത് പോലെ തന്നെയാണ് ഭരണപക്ഷത്ത് നിന്ന് പ്രതിപക്ഷത്തേക്ക് പോകുമ്പോൾ നിലപാട് മാറുന്നതും. ഇപ്പോൾ തോമസ് ഐസക് പറഞ്ഞത് അങ്ങനെ നികുതി വിഹിതം കുറയ്ക്കുന്നത് മണ്ടത്തരമാണ് എന്നാണ്. അങ്ങനെ നിഷേധിക്കുമോ? സഭാരേഖകളിൽ ഉണ്ട് എന്ന് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ആ മണ്ടത്തരം എന്നോട് ചെയ്യാനാണോ പറയുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് ഇന്ന് മുഖ്യമന്ത്രി ഇന്ന് കെ എൻ ബാലഗോപാലോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ
ആ നിലപാട് മാറ്റത്തെക്കുറിച്ച് അങ്ങേക്ക് പറയാനുണ്ടോ? അതിൽ നിലപാട് മാറ്റമായിട്ടല്ല കാണേണ്ടത്. LDF ചെയ്യുന്നത് മൊത്തം ഇപ്പോ 2 രൂപ സാമൂഹ്യ സുരക്ഷാ സെസ് കൊടുത്ത എന്താ? സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഞങ്ങൾ വരുമ്പോൾ 32 ലക്ഷം പേർക്ക് 600 രൂപയായിരുന്നു. അത് 62 ലക്ഷം പേർക്ക് 2000 രൂപയാക്കി 13,000 കോടി രൂപ ഒരു മാസം വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടാ. ഞങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോ എത്രയോ കളിയാക്കലുകൾ കാര്യമല്ല പറഞ്ഞത്. സെസ്സിന്റെ കാര്യമല്ല. സെസ് ഈ പറയുന്നത് പോലെ ഒരു നയപരമായ തീരുമാനത്തിന്റെ പേരിൽ കൂട്ടിയതാണ്, അതല്ല പറഞ്ഞത്. ഓരോ തവണ പെട്രോൾ ഡീസൽ വില വർദ്ധിക്കുമ്പോഴും 4 തവണ പെട്രോളിനും 2 തവണ ഡീസലിനും കിട്ടുന്ന അധിക വരുമാനം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വേണ്ടെന്ന് വെച്ചിരുന്നു. ആദ്യ സർക്കാരിന്റെ കാലത്ത് അങ്ങനെ ഒരു ആവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വെച്ചു. VD സതീശൻ അടക്കം ചോദിച്ചപ്പോൾ അന്നത്തെ ധനമന്ത്രി അത് തോമസ് ഐസക് പറഞ്ഞത് മണ്ടത്തരമാണ് എന്നായിരുന്നു എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി പറയുന്നത്. അപ്പൊ ആ നയം മാറിയോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സെസ്സിന്റെ കാര്യമല്ല. അല്ല, ഓക്കെ, അങ്ങ് പറഞ്ഞല്ലോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് എത്ര തവണ കുറച്ചു? 3 തവണ കുറയ്ക്കുകയും 13 തവണ വർദ്ധിപ്പിക്കുകയും ചെയ്തു. മൊത്തത്തിലുണ്ടായ തുകയുടെ വ്യത്യാസത്തിന്റെ കണക്കും ഞാൻ അങ്ങേക്ക് അയച്ചുതരാം. 3 തവണ കുറച്ചു, 13 തവണ വർദ്ധിപ്പിച്ചു. ആത്യന്തികമായിട്ട് നോക്കിയാൽ വർദ്ധിപ്പിച്ചത് തന്നെയാണ് കൂടുതൽ. ഇവിടെ കടത്തിന്റെ കാര്യത്തിലും മറ്റ് സാമ്പത്തികമായിട്ടുള്ള കേന്ദ്ര ഉപരോധത്തിന്റെ കാര്യത്തിലുമെല്ലാം ഞങ്ങൾ പടിയിറങ്ങുമ്പോ ഏറ്റവും കൂടുതൽ കടമുള്ള സംസ്ഥാനങ്ങളിൽ 17ാമതാണ് കേരളം, 17ാമത്. അതുപോലെ തന്നെ ആളോഹരി വരുമാനം എത്ര വലിയ രൂപത്തിൽ വർദ്ധിച്ചു. GDP, കടം, തോത് സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട് പിന്നീട് സംസാരിക്കാമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട് പിന്നീട് സംസാരിക്കാമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, 1 മിനിറ്റ് മതി. ഇല്ല, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, 1 മിനിറ്റ്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ധനകാര്യ മാനേജ്മെന്റിന് വേണ്ടി സംസ്ഥാനത്തിന് കിട്ടിയ നികുതി തുക കൃത്യമായി വിനിയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 1 രൂപ പോലും വിവിധ മേഖലകളിൽ കുടിശ്ശിക വയ്ക്കാതെ ഈ ഗവൺമെന്റിന് പോകാൻ കഴിഞ്ഞത്. 5442 കോടി രൂപ മെയ് 1 ഖജനാവിൽ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. അന്ന് ഞങ്ങൾ ചെയ്തത് മുഴുവൻ തെറ്റാണെന്ന് പറഞ്ഞവർ, അത് മുഴുവൻ മണ്ടത്തരമാണെന്ന് പറഞ്ഞവർ, അവർ വന്നു കഴിയുമ്പോൾ അന്ന് ഓരോ കാര്യങ്ങൾ ഉന്നയിക്കുന്നു, പഠിക്കാതെയായിരുന്നു പറഞ്ഞല്ലോ. അവർ വരുമ്പോ അതേ രീതി തുടരാനാണെങ്കിൽ പിന്നെ എന്തിനാണ് എന്നുള്ളതൊരു ചോദ്യമാണ്. 4 തവണ പെട്രോളിനും 2 തവണ ഡീസലിനും എന്ന മുഖ്യമന്ത്രി എന്ന് പറഞ്ഞതാണ്. അങ്ങനെയല്ല, ആകെ 3 തവണയെ കുറച്ചിട്ടുള്ളെങ്കിൽ അത് ഞാൻ അങ്ങയുടെ ചോദ്യത്തിൽ തന്നെ നേരത്തെ ഉന്നയിച്ചു. അങ്ങനെയാണെങ്കിൽ അവകാശ ലംഘനത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമോ എന്നുള്ളത്. ഇനി അതെത്ര കുറച്ചു, എത്ര വരുമാനം സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി എന്നുള്ളത് ധവളപത്രം വരുമ്പോൾ അത് ആ സമയത്ത് പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. ഞാൻ ചോദിച്ചത് ഇതൊന്നുമല്ല അഡ്വക്കേറ്റ് അരുൺകുമാർ, ഞാൻ ചോദിച്ചത് അന്നത് മണ്ടത്തരമാണ് എന്ന് പറഞ്ഞ, അങ്ങനെ കുറയ്ക്കില്ല, അങ്ങനെ കുറയ്ക്കാൻ തീരുമാനമെടുത്താൽ അത് മണ്ടത്തരമാണ് എന്ന് പറഞ്ഞ നിലപാട് ഇന്ന് മാറിയോ? അന്നത്തെ സാഹചര്യത്തിൽ സംസ്ഥാനത്തിന്റെ ധനകാര്യ സ്ഥിതി, കേന്ദ്ര അവഗണന, അതിന്റെ ഭാഗമായിട്ട് നിരവധി കടം, അതിന്റെ ഭാഗമായിട്ടുള്ള സാഹചര്യം 10 വർഷമായപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 5422 കോടി രൂപ ഖജനാവിൽ വച്ചിട്ട് പോരാൻ കഴിയുന്നത് മികച്ച ധനകാര്യ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടാണ്. അന്നത്തെ സ്ഥിതിയാണോ ഇന്നത്തെ സ്ഥിതി എന്നതാണ് ചോദിക്കുന്നത്. അന്ന് എതിർത്തവർ, അന്നെല്ലാം തള്ളി പറഞ്ഞവർ, അതല്ല ശരിയെന്ന് ജനങ്ങളോട് വിശദീകരിച്ചവർ ഇപ്പൊ പറയുന്നു അതാണ് ശരിയെന്ന് പറഞ്ഞാൽ ആ വ്യത്യാസം തിരിച്ചറിഞ്ഞാൽ മതി. എല്ലാ ഈ അധിക വരുമാനം പിൻവലിക്കണമെന്ന് ഒറ്റ കാര്യം കൂടി ഞാൻ അങ്ങോട്ട് ചോദിച്ചാൽ മറ്റതിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ ഈ സപ്ലൈകോയുടെ കാര്യം, ഈ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കൊടുക്കാനുണ്ടായെന്ന് പറഞ്ഞാൽ 2893 കോടി രൂപയുടെ അടക്കം കുടിശ്ശികയുടെ കാര്യം മുഖ്യമന്ത്രി ഇന്ന് കള്ളം പറഞ്ഞാണോ? അധികം വെക്കണമെങ്കിൽ കളവും ബാധ്യതയൊന്നും ഉണ്ടാകരുത്, കുടിശ്ശിക ഉണ്ടാകരുത്. മുഖ്യമന്ത്രി കള്ളമേ പറഞ്ഞിട്ടുള്ളൂ. അല്ല നോക്കാം, മുഖ്യമന്ത്രി വാ തുറന്നാൽ കള്ളം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പല കാര്യത്തിലും നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വിഴുങ്ങി കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല എന്ന രൂപത്തിൽ തിരുത്തി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ തുക കൊടുക്കാനില്ല. കൃത്യമായിട്ട് വരട്ടെ, ധവളപത്രം അല്ല അങ്ങ് പറയൂ. അല്ല, അത് വെരിഫൈ ചെയ്യണം കൃത്യമായി. അല്ല, ധവളപത്രം എല്ലാ മേഖലയിലും വരവ് ചെലവ് ഞങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ്. സംസ്ഥാന സർക്കാർ യാതൊരു ബാധ്യതയുമില്ലാതെ ഇറങ്ങി വന്നു എന്നുള്ളത് കൊണ്ട് ഈ പറയുന്ന വരുമാനത്തിന്റെ അധികം ആവശ്യമില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു ആവശ്യവുമില്ലാത്തടത്ത് 2893 കോടി രൂപയുടെ കുടിശ്ശിക സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഉണ്ടാകരുത്. അങ്ങനെ കുറച്ച് ബോധ്യമുള്ളതുകൊണ്ടാണ് അങ്ങ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ കള്ളം പറഞ്ഞു എന്നാണ് അങ്ങ് ആരോപിക്കുന്നത്. അങ്ങയുടെ പാർട്ടിയുടെ നിലപാടാണത്. ഇത് കൃത്യമായി
വരവാണ്, ചെലവാണ്. അതായത് സപ്ലൈകോ വഴി വിറ്റ് കിട്ടുന്ന സാധനത്തിന്റെ പണം കൃത്യമായിട്ട് അടയ്ക്കണം. അഡ്വാൻസ് ചെയ്ത സാധനം വാങ്ങിച്ചു കൊണ്ടുവരുന്നു, സപ്ലൈകോയിൽ സ്റ്റോക്ക് ചെയ്യുന്നു, അത് വിൽക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വരവ് ചെലവ് കണക്ക് കൃത്യമായി പരിശോധിക്കട്ടെ. ഈ കടം കൊടുത്തു തീർക്കേണ്ടേ എന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കി വെച്ച കടം കൊടുത്തു തീർക്കേണ്ടേ എന്നാണ് ചോദിക്കുന്നത്. അതിലൊന്നും സംശയമൊന്നുമില്ല. അങ്ങ് സഭാ നടപടികൾ വീക്ഷിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചർച്ചയ്ക്ക് വരുമ്പോൾ കടം കൊടുത്തു തീർക്കേണ്ടേ എന്ന് ചോദിച്ചിട്ടാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ കടത്തെക്കുറിച്ച് പറയുന്നത്. ശ്രീ ഷാബു പ്രസാദ്, മുൻപ് ഈ പെട്രോൾ ഡീസൽ വില വർദ്ധിക്കുന്ന സമയത്ത് ഇവിടെ ബൈക്കുന്തിയും കാളവണ്ടി ഓടിച്ചുമൊക്കെ സമരം നടത്തുന്ന BJP പ്രവർത്തകരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രവർത്തകരല്ല, BJP നേതാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലൊരാൾ ഇന്ന് നിയമസഭയിൽ ഇരിക്കുന്നുമുണ്ട്. ഇന്നിപ്പോൾ ഈ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതിയെ നിഷേധിക്കുന്ന സമയത്ത് അദ്ദേഹം സംസാരിക്കാൻ ശ്രമിച്ചു. അതിനെതിരെ സംസാരിക്കേണ്ടവർ മാത്രമാണ് സംസാരിക്കേണ്ടത് എന്ന കാര്യത്തിൽ ചട്ടത്തിൽ അവിടെ ഒരു തർക്കമുണ്ടാവുകയും ചെയ്തു. പക്ഷേ എതിരെ സംസാരിക്കാൻ പോയിട്ട് അക്കാര്യത്തിലൊരു നിലപാട് പറയാൻ പോലും സാധിച്ചില്ല. നോക്കൂ മാധു, ഈ പെട്രോൾ ഡീസൽ വില എന്ന് പറയുന്നത് ഏത് സർക്കാരിൻ്റെ കാലത്തും എല്ലാ കാലത്തും വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയമാണ്. കാര്യം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഒരു സർക്കാരും, അത് ഏത് സർക്കാരുമായിക്കോട്ടെ, ഒരിക്കലും തങ്ങൾ ഭരിക്കുന്ന കാലത്ത് പെട്രോൾ ഡീസൽ വില ഉയരാൻ ആഗ്രഹിക്കില്ല. അത് ആര് തന്നെയായാലും ശരി, അത് ഉയർത്തുന്നത് അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ പെട്രോൾ ഡീസൽ വില ഉയർത്തുന്നത് അത്ര ഇഷ്ടപ്പെട്ടുകൊണ്ടും ആയിരിക്കില്ല. അത് ഏത് സർക്കാർ, ഹൂവർ ഇറ്റ് മേ ബി. ആ സമയത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് ആരാണോ തിരിക്കുന്നവർ ഇഷ്യൂവിനെ സെൻസിറ്റീവായിട്ട് ഉപയോഗിക്കും. അതിൻ്റെ അകത്തെ ശരി തെറ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ അകത്തെ കാര്യകാരണ ബോധ്യങ്ങൾ ഒന്നുമല്ല അവിടെ വർക്ക് ചെയ്യുന്നത്. അവിടെ വർക്ക് ചെയ്യുന്നത് രാഷ്ട്രീയം തന്നെയാണത്. അവർക്കും അറിയാം. അത് വളരെ ആരാണോ ഉപയോഗിക്കുന്നത്, നന്നായിട്ട് ഉപയോഗിക്കുന്നത്, അവർക്ക് അവരുടെ ജനങ്ങളുടെ ഇടയിൽ അതിനെ സ്വാധീനമുണ്ടാക്കാൻ ഉപയോഗിക്കും. രാഷ്ട്രീയ പാർട്ടി സ്വീകരിക്കുന്ന നിലപാടുകൾ വെച്ചാണ് ജനം വോട്ട് ചെയ്യുന്നത്. അങ്ങനെ വോട്ട് ചെയ്താണ് നിങ്ങളുടെ BJPയുടെ 3 MLA-മാർ നിയമസഭയിലിരിക്കുന്നത്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പല കാലങ്ങളിൽ കാണിച്ചതൊക്കെ വെറും ഒരു പൊളിറ്റിക്കൽ പ്ലേ എന്ന നിലയ്ക്ക് കണ്ടാൽ മതി എന്നാണോ? മാധു, അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഈസ് എ ഹാർഡ് ട്രൂത്ത്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യമായാലും ശരി, അത് തിരഞ്ഞെടുപ്പിന് മുമ്പ് അല്ലെങ്കിൽ അങ്ങനെ വരുന്ന സമയത്ത് ഭരിക്കുന്നവർക്ക് തങ്ങളുടെ പ്രതിയോഗികൾക്കെതിരെ കിട്ടാവുന്ന ആയുധങ്ങൾ ഉപയോഗിക്കും. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയും ഉപയോഗിക്കും. നമ്മളിതിപ്പോൾ അവിടെ അതിൻ്റെ അറിഞ്ഞില്ല. ഇറ്റ്സ് എ ഹാർഡ് ട്രൂത്ത്. അത് നമ്മൾ സമ്മതിക്കുന്നതിൻ്റെ അകത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല. അത് എത്ര വിദഗ്ധമായിട്ട് അവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയമുള്ളത്. പിന്നെ ഇവിടെ ഇപ്പം രാജു പി നായർ പറഞ്ഞ് ഈ ഹണിമൂൺ പീരീഡ് ഒരു ബ്രീത്തിങ് ടൈം, അതൊക്കെ പോയി രാജു പി നായർ. അതൊന്നും ഒരു കാലത്ത് ഇനിയുള്ള കാലത്ത് അതൊന്നും പ്രതീക്ഷിക്കുകയേ വേണ്ട. ഫ്രം ഡേ 1 യു ഹാവ് ടു പെർഫോം. ഫ്രം ഡേ 1 പ്രതിപക്ഷം അങ്ങനെ ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ള വളരെ വലിയ നൈതികമായ കാര്യങ്ങളൊന്നും ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയത്തിലില്ല. അതുകൊണ്ട് ഇതൊക്കെ കേൾക്കാനും ഇതിനൊക്കെ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്കൊന്ന് പഠിക്കാനുള്ള സമയം വേണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാം. ഇപ്പോൾ ഇവിടെ എത്രമാത്രം സാമ്പത്തികമായിട്ട് തകർന്നു നിൽക്കുന്ന KSRTC ഇത്രയോ സാമ്പത്തികം, അത് പഠിച്ചിട്ട് വേണമായിരുന്നു. അത് ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുന്നത് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തുന്ന സംഭവമാണത്, നേരിട്ട് തന്നെ. പക്ഷേ അത് പഠിക്കാൻ അവർക്ക് സമയമൊന്നും വേണ്ടി വന്നില്ലല്ലോ. അത് തീരുമാനിക്കാൻ ഇമ്മീഡിയറ്റ്ലി അവർ തീരുമാനിച്ചല്ലോ ഇന്ദിരാ ഗ്യാരണ്ടിയുടെ കാര്യത്തിൽ. വളരെ അല്ല അതേ ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു പഠനം ഇക്കാര്യത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. അത് ഇവർ വളരെ എത്രയോ പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇനി വേറൊരു കാര്യമുണ്ട്, അത് മനസ്സിലാക്കാൻ നമുക്ക് വലിയ സംഭവമൊന്നും വേണ്ട. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പെട്രോളിൻ്റെ നികുതി ചുമത്തുന്ന സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. ഇപ്പം എൻ്റെ മകൾ പഠിച്ചിരുന്ന കോയമ്പത്തൂരാണ്. അപ്പം ഞാൻ ഇവളെ കാണാൻ പോകുന്ന സമയത്ത് ജസ്റ്റ് ആ അതിർത്തിക്കപ്പുറത്ത് നിന്ന് തൊട്ടപ്പുറത്ത് ഇങ്ങോട്ട് കേരളത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചുകൊണ്ടാണ് ഞാൻ വരിക. ഈ മാഹിയിലൂടെ കടന്നു പോകുമ്പോൾ കോഴിക്കോട് നിന്ന് 60 കിലോമീറ്ററേ ഉള്ളൂ. എന്തെങ്കിലും ആവശ്യത്തിന് ആ വഴി പോകുന്ന സമയത്ത് ആ മാഹിയിൽ നിന്ന് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചുകൊണ്ടാണ് ഈ വരിക. ഇവിടെ അടുത്തത് കോയമ്പത്തൂരിൽ എവിടെ ഞാൻ കണ്ടിരുന്നു. അതായത് ആ ബോർഡറിലുള്ള പെട്രോൾ പമ്പിൽ എഴുതി വെച്ചിരിക്കുകയാണ്, കേരളത്തിലേക്കാൾ ലിറ്ററിന് 3 രൂപ കുറവ് പെട്രോൾ ഇവിടെ കിട്ടും, ഇവിടെ നിന്ന് പെട്രോൾ അടിച്ചുകൊണ്ട് പോകുന്നത് വലിയ ബോർഡ് എഴുതി വെച്ചിരിക്കുന്ന പെട്രോൾ പമ്പുകളുണ്ട്. അപ്പോൾ ഈ ഒരു വളരെ വലിയ ഒരു ഇഷ്യൂ അത് ഇതുവരെ ഇത്രയും നാൾ കോൺഗ്രസ് പഠിച്ചു കഴിഞ്ഞില്ലേ?
അല്ലെങ്കിൽ വി ഡി സതീശൻ പഠിച്ചു കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ഒരു അതിശയകരമായിട്ട് തോന്നുന്നു. കാരണം ഇത് പറയുമ്പോഴും അദ്ദേഹത്തിന് അറിയാം, കാര്യം അത്ര എളുപ്പമല്ല കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വരുമാനം അങ്ങോട്ട് വേണ്ട. രാജീവ് നായർ പറഞ്ഞത് കറക്റ്റ് തന്നെയാണത്. ആ കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം അങ്ങോട്ട് വേണ്ടാന്ന് വെക്കുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് ഫാക്റ്റാണത്. ഈ സംഭവം എങ്ങനെ ഇവിടെ പ്രതിപക്ഷം എത്ര വിദഗ്ധമായിട്ട് അതിൻ്റെ അകത്ത് അതിനെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുന്നു, അത് ചർച്ചാ വിഷയമാക്കുന്നു, മുതലെടുക്കുന്നു, അതിനെ എത്ര രീതിയിൽ വിദഗ്ധമായിട്ട് ഇവർക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഇനി ഇവരുടെ രണ്ടുപേരുടെയും പ്രൊഫഷണലിസവും എടുക്കും ഒക്കെ ഇരിക്കുന്നത്. അത് നമുക്ക് ഇനിയും വരും ദിവസങ്ങളിൽ കാണാം. ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം. റോഡ് സെസ്സും അടക്കം 5 രൂപ ഈടാക്കുന്ന ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. അത് എൻ്റെ കയ്യിലുള്ള വിവരമാണ്. അതല്ലെങ്കിൽ അങ്ങേക്ക് അടുത്ത തവണ തിരുത്തുകയും ചെയ്യാം. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഇന്ധനവില വർധന ഉണ്ടാകില്ല എന്ന ഈ ഗൾഫ് ക്രൈസിസ് വന്ന സമയത്ത് കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കിയ ഒന്നാണ്. പക്ഷെ അങ്ങനെ നിലപാടെടുക്കുന്നതിന് ഇടയിൽ തന്നെ നായര പോലെയുള്ള സ്ഥാപനങ്ങൾ പെട്ടെന്ന് അവരുടേത് മാത്രമായ സപ്ലൈയുടെ വില വർദ്ധിപ്പിക്കുന്നുണ്ട്. പിന്നീട് ഇങ്ങോട്ട് അത് CNG കാര്യത്തിലാകട്ടെ, അത് ഈ കുക്കിംഗ് ഗ്യാസിന്റെ കാര്യത്തിലാകട്ടെ, അത് വാണിജ്യ സിലിണ്ടറിന്റെ കാര്യത്തിലാകട്ടെ, അത് ഇന്ധന വില വർധനയുടെ കാര്യത്തിലാകട്ടെ, ഇങ്ങനെ അത് വർധന നടക്കുകയും ചെയ്യുന്നുണ്ട്. അതൊന്ന്. ഇന്നിപ്പോ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാൻ തയ്യാറാകുന്നില്ല ഇവിടുത്തെ ഭരണപക്ഷം സർക്കാർ എന്നാണ്. അല്ല, ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ എന്തുകൊണ്ടോ ഇന്ന് മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ പരാമർശിച്ച് കണ്ടില്ല. എന്നാൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ അതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു നിയമസഭയിൽ. ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേന്ദ്ര സർക്കാർ കുറയ്ക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതിനേക്കാൾ ഇപ്പോൾ ക്രൂഡ് ഓയിലിന്റെ വില കാര്യമായി വർദ്ധിക്കുകയും $95 ബാരലിന് എന്നുള്ളത് ഇപ്പോൾ 110 എത്തുകയും അവർ ഇപ്പോൾ കഴിഞ്ഞ 10 ദിവസം കൊണ്ട് അവർ 4 തവണ 7 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് ഒരു തവണ കൂടി വർദ്ധിപ്പിച്ച് ഏകദേശം 10 രൂപയിലേക്ക് എത്തിയാലാണ് ഇന്ധന കമ്പനികൾക്ക് അവരുടെ നഷ്ടം നികത്താൻ പറ്റുകയുള്ളൂ എന്നൊരു കാൽക്കുലേഷൻ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു തവണ കൂടി കൂട്ടുകയോ അല്ലെങ്കിൽ ഇനിയും കൂടുകയോ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം ശരിയാണ്, ഈ വി ഡി സതീശൻ എന്ന ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നിരന്തരം ഈ കാര്യങ്ങൾ സഭയിൽ ഉന്നയിക്കുകയും അദ്ദേഹം തന്നെ ഈ സബ്സിഡി ഇനത്തിൽ ചില ടാർഗറ്റഡ് ആയിട്ട് ഇതിന് ചില പരിഹാരങ്ങൾ അദ്ദേഹം ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്ത അദ്ദേഹം ഇത്തവണ അധികാരത്തിൽ വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് ഇപ്പോൾ ഗ്രേസ് പീരീഡ് എന്നൊക്കെ നമുക്ക് പറയാം, വേണമെങ്കിൽ ഒരു 15 ദിവസമൊക്കെ എന്നൊക്കെ പറയാം. പക്ഷെ അപ്പോഴും ഇപ്പോൾ ഇവിടെ കേരളത്തിലെ ഹോട്ടലുകളും കേരളത്തിലെ ഈ പാചകവാതകത്തിന് വില കൂടിയതിന് അനുഭവിക്കുന്ന വലിയ പ്രശ്നങ്ങളൊക്കെ അതിൻ്റെയൊക്കെ മധ്യത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ചെറിയ ഒരു സഹായം എന്ന നിലയ്ക്ക് ഇപ്പോഴത്തെ ഈ വർദ്ധിക്കുന്ന സെസ്സുകൾ അദ്ദേഹത്തിന് വേണ്ട എന്ന് വെക്കാമായിരുന്നു. അത് അദ്ദേഹം ചെയ്യേണ്ടതായിരുന്നു. അദ്ദേഹം ചില പുരോഗമനപരമായ പാർത്ഥവാവധി ബസ്, സ്ത്രീകൾക്ക് ബസ് യാത്ര, അതൊക്കെ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിലുള്ള കാര്യമാണ്. പാർത്ഥവാവധി പോലെയുള്ള ചില കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്നതിനപ്പുറം ഇവിടെ വിലക്കയറ്റം എന്നുള്ളത് സാധാരണ ജനങ്ങൾക്ക് മാത്രമല്ല, ഇപ്പം എല്ലാവർക്കും, മധ്യവർത്തി, ഈ മിഡിൽ ക്ലാസ്, കേരളത്തിലെ മിഡിൽ ക്ലാസ് ജനവിഭാഗങ്ങൾക്കെല്ലാം ഇത് വലിയൊരു പ്രശ്നമായിരിക്കുകയാണ്. എല്ലാവരുടെയും ബജറ്റ് താളം തെറ്റിയിരിക്കുന്നു. കേന്ദ്ര സർക്കാർ എന്താണ് നോക്കുന്നത്? അവരുടെ WPI ഇൻഫ്ലേഷൻ നോക്കും. 4% RBIയുടെ അതിൻ്റെ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ്റെ ടാർഗറ്റ്. അതിപ്പോഴും 4% താഴെ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇനിയും വില വർദ്ധിപ്പിക്കുകയും ഈ ഫുഡ് ഇൻഫ്ലേഷൻ കൂടാത്തിടത്തോളം കാലം അവരിങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ കേരളത്തിൽ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ചും ഇവിടുത്തെ ഒരു പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം കിട്ടുകയുള്ളൂ. ഇവിടെ വില വർധന ഇനിയും കൂടാൻ പോവുകയാണ്. കാരണം ഇന്ധനത്തിൻ്റെയും LPGയുടെ ക്ഷാമത്തിന് പുറമെ വാണിജ്യ സിലിണ്ടറിന് വില ഇരട്ടിയായതുകൊണ്ടും കേരളത്തിൽ വിലവർധന, ഈ ഭക്ഷണ സാധനങ്ങളുടെ എല്ലാം വിലവർധന അത് സ്കൈ റോക്കറ്റ് ചെയ്യാൻ പോവുകയാണ്, ഇനി കൂടാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ബസ് സമരം, ഓട്ടോ സമരം ഇതെല്ലാം നടക്കാൻ പോവുകയാണ്. ഇതിനെല്ലാം ഒരു തടയിടുക എന്ന രീതിയിലെങ്കിലും സതീശന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാമായിരുന്നു. നാളെ ഇപ്പൊ ക്യാബിനറ്റ് യോഗമുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് എന്തെങ്കിലും ഒരു ചർച്ച ഇതിൽ ഉണ്ടാവുകയും ഒരു അടിയന്തരമായിട്ട് എന്തെങ്കിലും നടപടി ഉണ്ടാവുകയും ചെയ്യുമെന്ന് തന്നെയാണ്. ശരി, ഇത് കുറയ്ക്കാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞതിനപ്പുറത്തേക്ക് ഞാൻ വിചാരിക്കുന്നത് നിയമസഭയിൽ പഴയ സർക്കാരിന്റെ നയങ്ങളെ ചൂണ്ടിക്കാണിക്കാനും തുറന്നു കാണിക്കാനുമാണ് ശ്രമിച്ചത് എന്നുള്ളതാണ്. പക്ഷെ വരും ദിവസങ്ങളിലും ആ നിലപാടാണ് എങ്കിൽ ആ രാഷ്ട്രീയ തന്ത്രമൊന്നും ഫലിക്കില്ല, വലിയ തോതിലുള്ള വിമർശനം നേരിടേണ്ടി വരും എന്നതു തന്നെയാണ് വിചാരിക്കുന്നത്.
ഒരു ദൃശ്യം കാണാം. ഇത് വി ഡി സതീശൻ തന്നെ പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് ഇന്ധന വില വർധനവിന് എതിരെ നടത്തിയ സമരമാണ്. ആ സമരത്തിൽ അദ്ദേഹം കാളവണ്ടിയുമായി നിരത്തിലിറങ്ങുന്ന സതീശൻ എന്നായിരുന്നു അതിൻ്റെ തലക്കെട്ട്. വി ഡി സതീശൻ മാത്രമല്ല, എറണാകുളം DCCയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ്. സ്വാഭാവികമായും വി ഡി സതീശൻ അതിൻ്റെ ഭാഗമാണ്, നേതൃപരമായ പങ്കുവഹിക്കുന്ന ആളാണ്. മറ്റുള്ള പ്രധാനപ്പെട്ട DCC നേതാക്കൾ എല്ലാവരും തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അത് കോവിഡ് കാലമാണ്. മാസ്ക് ഒക്കെ ധരിച്ച നേതാക്കളെ കണ്ടാലും മുഖം മനസ്സിലാകും എന്നാണ് പ്രേക്ഷകർക്കും മറ്റ് രാഷ്ട്രീയ നേതാക്കൾക്കും ഒക്കെ മനസ്സിലാകുമെന്നാണ് വിചാരിക്കുന്നത്. കാളവണ്ടികളൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട്. വേണമെങ്കിൽ റെന്റിനാണെങ്കിലും കിട്ടും എന്നും കൂടി തോന്നുന്നു. ശരി, ശ്രീ രാജു പി നായർ, അപ്പോൾ ഈ തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മൾ ഈ സമൂഹ മാധ്യമങ്ങൾ ഇത്രയേറെ അഗ്രസീവായ കാലമാണല്ലോ, സ്വാഭാവികമായും ഇതൊക്കെ ട്രെൻഡിങ് നിരയിലുള്ള വിഷ്വലാണ്. സ്വാഭാവികമായും ആ നയപരമായ തീരുമാനത്തിൻ്റെയും അന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശശുദ്ധിയുടെയും ആത്മാർത്ഥതയുടെയും ഒക്കെ കാര്യങ്ങൾ ആളുകൾ താരതമ്യം ചെയ്യില്ലേ? മധു, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. അങ്ങ് കാണിക്കുന്ന സമരം എൻ്റെ ഓർമ്മയിൽ ഞാനത് പങ്കെടുത്തതാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് കേന്ദ്ര സർക്കാരിനെതിരെ ഇന്ധനവില വർധനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതെ, ഇന്ധനവില വർധനവ് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. $140 ഒരു ബാരലിന് ക്രൂഡിന്. അതെ, അപ്പം അതും ഇതുമായിട്ട് ബന്ധമില്ല. രണ്ടും ഞങ്ങളെ സംബന്ധിച്ചോളം കേന്ദ്ര സർക്കാരിന് പെട്രോളിയം ഡീസലിൻ്റെയും നികുതി കുറയ്ക്കണം എന്നുള്ളത് ഞങ്ങളുടെ നിലനിൽക്കുന്ന ആവശ്യമാണ്. $140 അടുത്ത് നിങ്ങൾക്ക് ഭരണപരമായ സവിശേഷത ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായും ഇന്ന് ഭരണത്തിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കണ്ടേ? ഞാൻ പറയട്ടെ 72 64 രൂപയിലേക്ക് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില പിടിച്ചു നിർത്തിയിരുന്ന ഒരു ഗവൺമെൻറ് ആയിരുന്നു മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്. എങ്ങനെയായിരുന്നു? 16 രൂപ ഡീസലിന് സബ്സിഡി കൊടുത്തതിന് ശേഷമാണ്. 16 രൂപ ഡീസൽ സബ്സിഡി 2012 പകുതി മുതൽ നമ്മൾ 2014 വരെ 50 പൈസ വെച്ച് ഡീസലിന് വർദ്ധിപ്പിച്ചിട്ടാണ് സബ്സിഡി പരിപൂർണമായിട്ട് ഒഴിവാക്കിയത്. സബ്സിഡി പരിപൂർണമായിട്ട് ഒഴിവാക്കി UPA ഗവൺമെൻറ് സമയത്ത് പെട്രോളിൻ്റെ നിയന്ത്രണാധികാരം വേണ്ട എന്ന് വെച്ചു. അതിനുശേഷം വന്ന BJP ഗവൺമെൻറ് ഡീസലിൻ്റെ വില നിയന്ത്രണാധികാരവും ഒഴിവാക്കി. എന്തായിരുന്നു അതിൻ്റെ അടിസ്ഥാനപരമായ ആശയം? നമ്മുടെ മാർക്കറ്റിൽ, അന്താരാഷ്ട്ര മാർക്കറ്റിലെ മാർക്കറ്റ് ഫോഴ്സിനനുസരിച്ച് രാജ്യത്ത് ഇന്ധനത്തിൻ്റെ വില നിർണ്ണയിക്കപ്പെടണം എന്നുള്ളതായിരുന്നു അതിൻ്റെ അടിസ്ഥാനപരമായ ദൗത്യം. ആ തത്വത്തെ ലംഘിച്ചത് കേന്ദ്ര സർക്കാരാണ്. എങ്ങനെയാ? ആ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോയിരുന്നെങ്കിൽ ഇന്ന് 70 രൂപയ്ക്ക് കേരളത്തിൽ അല്ലെങ്കിൽ രാജ്യത്ത് മുഴുവൻ പെട്രോളും ഡീസലും കിട്ടുമായിരുന്നു. പകരം എന്ത് ചെയ്തു? 3 രൂപ 56 പൈസ മാത്രം ഡീസലിനുണ്ടായിരുന്ന നികുതി 33 രൂപയാക്കി കേന്ദ്ര ഗവൺമെൻറ് കൂട്ടിയില്ലേ? എന്തായിരുന്നു അന്ന് പറഞ്ഞ ന്യായം? ഞങ്ങൾ സമരം ചെയ്തപ്പോഴും എന്താ പറഞ്ഞ ന്യായം? ഇപ്പോൾ ക്രൂഡിൻ്റെ വില കുറഞ്ഞു നിൽക്കുന്നതേ ഉള്ളൂ. പക്ഷെ ക്രൂഡിൻ്റെ വില കൂടുമ്പോൾ അപ്പോൾ ജനങ്ങളുടെ പേരിലേക്ക് അധികഭാരമായിട്ട് വരാതിരിക്കാൻ വേണ്ടി ഞങ്ങളൊരു ബഫർ ഇട്ടിരിക്കുകയാണ്, ഇല്ലേ? ബഫർ ഇട്ടത് എന്ത് സംഭവിച്ചു? ഇപ്പോഴും ആ ബഫർ 30-35 രൂപയായിട്ട് 33 ആയിട്ട് നികുതി നിൽക്കുകയാണ്. ക്രൂഡിൻ്റെ വില ഉയരുന്തോളും പിന്നെയും ക്രൂഡ് ഇവിടെ വില വർധനമാണ്. ഞാൻ പറയാം, ഈ US ഇറാൻ യുദ്ധം നടക്കുന്ന ഈ സമയത്തും വളരെ ചുരുങ്ങിയ ദിവസമല്ലാതെ $100 അപ്പുറത്തേക്കും ക്രൂഡിൻ്റെ വില പോയിട്ടില്ല. $100 പെർ ബാരല്. മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് കാലത്ത് മാസങ്ങളോളം $140 ആയിരുന്നു. അപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിഷേധാത്മക സമീപനവും കൊള്ളയടിയും ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. മനസ്സിലായില്ലേ? പിന്നെ ഇവിടെ അരുൺകുമാറിന് വ്യക്തത വേണം. അരുൺകുമാർ പറയുകയാണ്, ഇപ്പോൾ 2800 കോടി രൂപ സപ്ലൈക്കൊക്കെ കൊടുക്കാനുണ്ടോ എന്ന് ധവളപത്രം വരട്ടെ. അങ്ങയുടെ നേതാവ് പറഞ്ഞ ധവളപത്രം എന്ന ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കേണ്ടെന്നാണ്. അപ്പോൾ അരുൺകുമാർ ധവളപത്രത്തിന് എന്തായാലും ആധികാരികത മുൻകൂറായി നൽകുന്നു എന്നുള്ളതിൽ എനിക്ക് ഇതുണ്ട്. ഇത് അങ്ങ് ഓർത്തു വെക്കണം. നമ്മൾ ഇനി ധവളപത്രം വന്നതിന് ശേഷം ചർച്ചയ്ക്കിരിക്കുമ്പോൾ ആ ധവളപത്രത്തിന് അങ്ങ് ഈ ചർച്ചയിൽ കൊടുത്ത ആധികാരികത ഇല്ലാതെയാക്കരുത്. പിന്നെ ഇപ്പോൾ പറയാണ് 5400 കോടി രൂപ എടുത്തു വെച്ചിട്ടുണ്ട്. മാധു, ഞാൻ ഒരു എന്താ പറയുക വഷളനായിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ വളരെ എന്താ പറയുക ഒരു ധാരാളിയായിട്ടുള്ളൊരു മനുഷ്യനാണ്. ഞാൻ അരുൺകുമാറിൻ്റെ കയ്യിൽ നിന്ന് കുറേ കടം മേടിച്ചിട്ടുണ്ട്. അവസാനം അരുൺകുമാർ എന്നെ ശല്യപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ ഞാൻ ഷാബു പ്രസാദിൻ്റെ കയ്യിൽ അങ്ങനെ തന്നെ 1 ലക്ഷം രൂപ കൊടുക്കാറുണ്ട്. ഷാബു പ്രസാദിനെ ഞാനൊരു 10,000 രൂപ മേടിച്ചു. എന്നിട്ട് നാളെ രാവിലെ കൊടുക്കാൻ വേണ്ടി വീട്ടിൽ വെച്ചു. എൻ്റെ അന്നത്തെ രാത്രിത്തെ നീക്കിയിരിപ്പ് ആ 10,000 രൂപയാണെന്ന് പറയുന്ന പോലെയല്ലേ അരുൺകുമാർ പറയുന്നത്? എത്രായിരം കോടി രൂപ. ഞാൻ ചോദിക്കട്ടെ അരുൺകുമാർ, നിങ്ങൾ മറന്നുപോയോ? മാസങ്ങൾക്ക് മുമ്പല്ലേ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കൊടുത്ത ഉപകരണം തിരിച്ചെടുക്കുമെന്ന് കമ്പനികൾ പറഞ്ഞത്? എന്തായിരുന്നു? KMSCL പൈസ കൊടുക്കാത്തതിൻ്റെ പേരിൽ, ഇല്ലേ? എത്രായിരം കോടി രൂപ നിങ്ങൾ ദളിത് മനുഷ്യരുടെയും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുടെയും പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ബജറ്റ് വിഹിതം വെട്ടിക്കളഞ്ഞു. നിങ്ങളുടെ കയ്യിൽ നീക്കിയിരിപ്പ് എന്നിട്ടാണോ?
കടം കയറി മുടിഞ്ഞു പോയൊരു സംസ്ഥാനം. ശരി, ശ്രീ രാജ് പിന്നാർ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. പിണറായി വിജയന്റെ സമയം വരെയുള്ള 1.5 ലക്ഷം കോടി ഞാൻ അദ്ദേഹത്തോട് 6 ചോദിച്ചല്ലോ, ലക്ഷം കടം നിങ്ങൾക്ക് കൂടി കുടിശ്ശികയില്ല, ഇന്ന് നിങ്ങൾക്ക് പറയാം എവിടെയും 5000 കൊടുക്കാനില്ല എന്ന കാര്യം ഉറപ്പാണോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. ശ്രീ രാജു പിന്നാർ, എന്റെ ചോദ്യം ഇതാണ്. അങ്ങനെ ധവളപത്രം തയ്യാറാകുകയും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നിലയെക്കുറിച്ച് പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിപ്പോ ഒരാഴ്ചക്കുള്ളിൽ ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ ഈ അധിക വരുമാനം വേണ്ട എന്ന് വെക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുമോ? അങ്ങനെയാണ് എങ്കിൽ ഈ പറയുന്ന വിമർശനങ്ങൾ ഉണ്ടാകില്ല. അങ്ങിപ്പോ ഈ ചർച്ചയിൽ പറയുകയാണ് വലിയ ബാധ്യതയില്ല എന്ന് ബോധ്യമായാൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകും എങ്കിൽ. നോക്കൂ, സംസ്ഥാന സർക്കാർ ഇന്ന് ധനകാര്യമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി ഇന്ന് കേരളത്തിന്റെ നിയമസഭയിൽ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം അത് ക്ലോസ്ഡ് ചാപ്റ്റർ ആണെന്നല്ല പറഞ്ഞത്. അദ്ദേഹം ഒരിക്കലും നികുതി വർധനവ് പിൻവലിക്കും അല്ലെങ്കിൽ ഞങ്ങൾ ആ വർധനവ് വേണ്ട എന്ന് വെക്കും എന്നുള്ളത് ക്ലോസ്ഡ് ചാപ്റ്റർ ആണെന്ന് പറഞ്ഞിട്ടില്ല. മണ്ടത്തരം ഞാൻ കാണിക്കില്ല എന്ന് പറഞ്ഞു ക്ലോസ് ചെയ്തത് KN ബാലഗോപാലൻ. അദ്ദേഹം പറഞ്ഞത് എന്താ, കുറച്ച് ദിവസവും കൂടി കഴിയട്ടെ, ആ ദിവസവും കൂടി എടുക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ ഇതിനകത്ത് ധനകാര്യ മിസ്മാനേജ്മെന്റ് കൊണ്ടുണ്ടാക്കിയ പ്രശ്നങ്ങളുണ്ടല്ലോ, അത് കറക്റ്റ് ചെയ്യണ്ടേ? ഇപ്പൊ വാർത്ത വരികയാണ്, കിഫ്ബിയിൽ ഉണ്ടായിരുന്ന ഏകദേശം 1 ലക്ഷം രൂപ വെച്ച് ശമ്പളം മേടിക്കുന്ന ഏകദേശം 50ഓളം റിട്ടയർഡ് ഉദ്യോഗസ്ഥർ അവരെയൊക്കെ നിർത്താൻ പോവാണ് എന്ന് പറയുന്നുണ്ട് ഇല്ലേ? പിന്നെ അരുൺകുമാർ വിടുന്നുണ്ട്, വാട്സാപ്പിൽ വരുന്ന മെസ്സേജ് പോലെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ യാത്ര ചെയ്യുന്ന പോലും കുറയ്ക്കുകയാണ് അരുൺകുമാറെ. ഞങ്ങൾ 3 വണ്ടിയിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സൈബർ അടികളെല്ലാം പഴയ വീഡിയോ രാഹുൽ ഗാന്ധിയുടെ കോൺവോയൊക്കെ എടുത്തു വെച്ചിട്ട് കള്ളപ്രചരണം നടത്താൻ ഉദ്ദേശിക്കുന്നില്ലേ? പക്ഷെ ജനങ്ങൾ കൃത്യമായിട്ട് കാണുകയാണ്, കേരളത്തിലൊരു മുഖ്യമന്ത്രി ആരെയും തടഞ്ഞു നിർത്താതെ 3 വാഹനത്തിലൂടെ കടന്നു പോകുന്നത്. ഞങ്ങളുടെ ഈ പറയുന്ന ചെലവ് കുറയ്ക്കൽ ഞങ്ങൾ അവിടെ നിന്നേ തുടങ്ങി. പിന്നെ മറ്റേ ക്ലിഫ് ഹൗസ് ഞങ്ങളൊന്ന് നോക്കട്ടെ, അവിടെ പാട്ടുപാടുന്ന പശുത്തൊഴുത്തൊക്കെ എന്ത് ചെയ്യണം എന്ന് ഞങ്ങൾക്ക് നോക്കണ്ടേ? VD സതീശന് രാവിലെ പാട്ടുപാടുന്ന പശുവിനെ കണ്ടിട്ട് കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് 1-ാം നിലയ്ക്ക് കയറാൻ നല്ല ആരോഗ്യമുണ്ട്, ഒരു ലിഫ്റ്റ് ഉണ്ട്. അതെങ്ങാനും ഇനി ഇളക്കി വിറ്റ് കുറച്ച് പൈസ ആക്രി വിലക്ക് വിറ്റാൽ ആ പൈസകളും കിട്ടുമെന്ന് കൂടി ഞങ്ങളൊന്ന് പഠിക്കട്ടെ. അതിനും വേണമല്ലോ സമയം. എന്തായാലും മകളെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ മകളെ മറ്റു വിഷയങ്ങളിലേക്ക് പോകണ്ട. ഇപ്പോൾ ദുർച്ചലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ് എങ്കിൽ അവർക്ക് മറുപടി ഉണ്ടാകും. മറ്റു വിഷയങ്ങളിലേക്ക് പോകണ്ട. ആ വിഷയം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ച ആയതുകൊണ്ട് ഞാൻ അതിൽ ഇടപെടുകയുമാണ്. ഒരു 30 സെക്കൻഡ്, കാരണം ഞാൻ നേരത്തെ എൻ്റെ അടുത്ത് തന്നെ തിരിച്ചു വരും വിചാരിച്ചിട്ടാണ് ഞാൻ നിന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞു തീർക്കാം. 30 സെക്കൻഡ് പെട്ടെന്ന് പറയണം. അങ്ങയുടെ അവസരമല്ല, പെട്ടെന്ന് പറയണം. മധു നോക്കൂ, അതുപോലെ തന്നെ പെട്രോളിന്റെയും ഡീസലിന്റെയും അധിക വില ഇത് കുറയ്ക്കുന്നത് കേരളത്തിലെ സംബന്ധിച്ചും ജനങ്ങൾക്ക് ആശ്വാസമുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അതെങ്ങനെയാണ് മൊത്തമായിട്ടുള്ള വിലക്കയറ്റത്തെ പിടിച്ചെടുത്താൻ പറ്റുന്നത്? നമ്മുടെ സാധനങ്ങൾ എത്തുന്ന വണ്ടികൾ ഓടി വരുന്നത് ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിലും തെലുങ്കാനയിൽ നിന്നല്ലേ? അവരടിക്കുന്ന അവിടുത്തെ ഡീസലല്ലേ? ആ ഡീസൽ അടിച്ച് കേവലം കോയമ്പത്തൂരിന്റെ പാലക്കാട് മുതൽ ഇങ്ങോട്ടേക്ക് വേണ്ടി വരുന്ന ചെറിയ എമൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ആകെയുള്ള വിലക്കയറ്റത്തെ പിടിച്ചെടുത്തണമെങ്കിൽ ഞാൻ ഇപ്പോൾ പ്ലേ ചെയ്ത വിലക്കയറ്റത്തെ പിടിച്ചെടുത്തണമെങ്കിൽ ഇതുകൊണ്ട് കാര്യമാവില്ല എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ലോജിക്കൽ ആൻസർ. ഇപ്പോൾ പ്ലേ ചെയ്ത പ്രതികരണത്തിന് മുൻപ് ഞാനത് അതിദീർഘമായതുകൊണ്ട് കുറച്ചു മതിയെന്ന് PCR പറയുകയായിരുന്നു. അതിനു മുൻപ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് നമ്മുടെ സർക്കാരിന്റെ വാഹന ചെലവ് എത്രയാണ്, അത് കുറയില്ലേ? നമ്മുടെ സർക്കാർ ഓടുന്ന വാഹനങ്ങൾക്ക് ഈ പറയുന്ന ഡീസലും പെട്രോളും ഒക്കെ അടിക്കുന്ന കാര്യങ്ങളിലടക്കം കുറേ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അത് മെച്ചപ്പെടുത്തില്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഐഡിയ ഒക്കെ ഇപ്പോഴും വേണമെങ്കിൽ പ്രയോഗത്തിൽ വരുത്താവുന്നതാണ്. ശ്രീ രാജു പിന്നാർ, ഞാൻ അതിലേക്ക് വരാം. ഓക്കെ, ശ്രീ കെ സരൺകുമാർ, ഭാഗികമായെങ്കിലും ചില ഇളവുകൾ ഏറ്റവും വളരെ ഡയറക്റ്റായി ഈ പ്രശ്നം ബാധിക്കുന്ന ആളുകൾക്ക് കൊടുക്കണം എന്നാണ് ശ്രീ VD സതീശൻ നിയമസഭയിൽ പറഞ്ഞത്. അത് അദ്ദേഹം ഇന്ന് പറയുന്നുണ്ട്, രേഖകളിൽ അടക്കം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന്. അപ്പോൾ ഈ വാക്കാണ് മുഖ്യം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് പറയാതിരിക്കുന്നത് എങ്ങനെയാണ്? മാത്രമല്ല VD സതീശൻ പറയുന്നുണ്ട്, ഈ സെസ്സിന്റെ കാര്യത്തിൽ അങ്ങ് സെസ് ഏർപ്പെടുത്തുന്ന സമയത്ത് അത് അപകടമാകുമെന്ന് ഞാൻ പറഞ്ഞതിനെ കൂടി അങ്ങ് കോട്ട് ചെയ്യണമെന്ന്. അപ്പോൾ ഇന്നിപ്പോ ഈ UDF ഹാൻഡിലുകളൊക്കെ പറയുന്നത് ശരിക്കും ആരാ പ്രതിപക്ഷം, ആരാണ് പ്രതിരോധത്തിൽ പോയത് ഈ വിലക്കയറ്റം ചർച്ചയായപ്പോൾ എന്നാണ്. ഇവിടെ ഒരു രാഷ്ട്രീയ വശമുണ്ട്. ഏതായാലും കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോഴും അതുപോലെ തന്നെ മറ്റേ ഗവർണറെ കൊണ്ട് നമ്മുടെ വായനയൊക്കെ നടത്തുമ്പോഴും കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റിനെ വിമർശിച്ചില്ല. ഈ പെട്രോൾ ഡീസൽ വിലവർദ്ധനവിൽ കേന്ദ്രത്തെ പരാമർശിക്കാതെ എങ്ങനെയാ പോകാൻ കഴിയുക? പക്ഷെ കോൺഗ്രസിന് പരാമർശിക്കാനും കഴിയില്ല. കാരണം പെട്രോൾ ഡീസലിന്റെ പൂർണ്ണ വില നിയന്ത്രണ അധികാരം അത് കേന്ദ്ര ഗവൺമെന്റിന് തന്നെയായിരുന്നു. അത് എണ്ണ കമ്പനികളെ ഏൽപ്പിച്ചത് ഇതേ കോൺഗ്രസ് ഭരിക്കുമ്പോൾ തന്നെയാണ്. ഇപ്പോൾ
അന്താരാഷ്ട്ര വിപണിയിലെ വിലയുടെ കൂടുതൽ കുറവൊക്കെ വെച്ചുകൊണ്ട് എത്ര കൂട്ടിയാലും ഒരു ചോദ്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇപ്പോൾ രാജ്യത്തിന്റെ സാഹചര്യത്തെ നയിച്ചത് അത് കോൺഗ്രസ് ആണ് അതിന് തുടക്കം കുറിച്ചത്. അത് പിന്നീട് BJP അതേ നയം തുടരുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പൊ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമാണ് എണ്ണ കമ്പനികൾ ഉണ്ടാക്കിയത്. അതുകൊണ്ട് കോൺഗ്രസിന് ഈ കാര്യത്തിൽ BJP വിമർശിക്കാൻ കഴിയോ? അതുകൊണ്ട് നല്ല പ്രിവിലേജ് കൊടുത്ത് നല്ല ബഹുമാനം കൊടുത്ത് BJPക്കെതിരെ ഒരക്ഷരം, കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഒരക്ഷരം ഉരിയാടാതെ മുന്നോട്ട് പോയി. അത് ഭാവിയിലും അങ്ങനെ തന്നെയായിരിക്കും. രണ്ടാമത് കേരളത്തിന്റെ കടത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. മുൻ ധനകാര്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പ്രസ്താവിച്ചു ചില കാര്യങ്ങൾ. ഒരക്ഷരം അത് തെറ്റാണെന്ന് പറഞ്ഞോ ഭരണപക്ഷം? 102 MLA ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ടോ? ഹിമാചൽ പ്രദേശില് ചീഫ് സെക്രട്ടറിയും DGP അടക്കമുള്ളവരുടെ 30% ശമ്പളം വെട്ടിക്കുറച്ചു കോൺഗ്രസ് ഗവൺമെന്റ്. മാസങ്ങൾ ശമ്പളം കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം. ഏറ്റവും സാമ്പത്തികമുള്ള സംസ്ഥാനമല്ലേ കർണാടകത്തിൽ ഈ മെയ് മാസം അവസാനമായിട്ടും മാസശമ്പളം, സർക്കാർ ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ തെലങ്കാനയിലും സമാനമായിട്ടുള്ള സാഹചര്യം. IPS IAS ഉദ്യോഗസ്ഥരുടെ അടക്കം റിട്ടയർമെന്റ് ബെനിഫിറ്റ് 8 വർഷമായി പെൻഡിംഗ് കിടക്കുക. ഇതൊക്കെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തിലാണ്. അതുകൊണ്ട് രാജു പി നായരെ, ഈ കേരളത്തിന്റെ ധനകാര്യ സ്ഥിതിയെ നിങ്ങൾ മറച്ചുവെച്ച് സംസാരിക്കുമ്പോഴും നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് സമയം കിട്ടുമെങ്കിൽ ഒന്ന് എത്തി നോക്കണം. ഹണിമൂൺ പീരീഡ് ഞങ്ങൾ തരാം. ഹണിമൂൺ പീരീഡ് തരുമ്പോഴേ നിങ്ങൾ ആ സണ്ണി ജോസഫ് നിങ്ങളുടെ KPCCയുടെ പ്രസിഡന്റ് ഹണിമൂണിന് അളിയനെ കൂടെ കൂട്ടിയത് ശരിയായില്ല. കാരണം സാധാരണ ഹണിമൂണിന് അങ്ങനെ അളിയനെ കൂട്ടാറുണ്ടോ? വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരം വരും. ചെലവ് ചുരുക്കലിനെ പറ്റിയൊക്കെ താങ്കൾ പറഞ്ഞല്ലോ, വാഹനത്തിന്റെ ചെലവ് ചുരുക്കലൊക്കെ. ആ സ്റ്റാഫിന്റെ കണക്കും മറ്റു കണക്കൊക്കെ വരുമ്പോൾ കൃത്യമായി കേരളത്തിന് ബോധ്യപ്പെടും. ഞങ്ങളിപ്പോ അതിലേക്ക് അത്രേ പറയുന്നുള്ളൂ. പിന്നെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരുപാട് ഗീർവാണം വിട്ടിട്ടുണ്ട്. ഒരുപാട് ആരോപണങ്ങൾ പഠിക്കാതെ ചെയ്തിട്ടുമുണ്ട്. ഓരോ വകുപ്പെടുത്ത് പരിശോധിക്കുക. ശവശരീരവും മൃതശരീരവും പിടിച്ചുകൊണ്ട് ഇവിടെ വനത്തിന്റെ ചുറ്റുപാടുമുള്ള റോഡുകൾ ബ്ലോക്ക് ചെയ്തപ്പോ എന്റെ കയ്യിൽ അതിൽ ഒറ്റമൂലി ഇല്ലെന്ന് മന്ത്രി പറയുന്ന സാഹചര്യം ഉണ്ടായില്ലേ? എത്രയോ സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി. ഞാൻ സൂചിപ്പിച്ചത് ഇവിടെ പെട്രോളിന്റെയും ഡീസലിന്റെയും എല്ലാം കാര്യത്തിൽ കഴിഞ്ഞ ഗവൺമെന്റ് എടുത്ത നിലപാട് ശരിയാണ് എന്നാണ് ഇപ്പൊ കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്, മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പല കാര്യത്തിലും കഴിഞ്ഞ സർക്കാർ ചെയ്തത് ശരിയാണ് എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യം വിദൂരത്തല്ല. ഈ ചർച്ചയിലും കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത് അന്ന് ചെയ്ത അതേ രീതി തന്നെ തുടരും. കുറയ്ക്കുമെങ്കിൽ നമുക്ക് കാണാലോ ഏതൊക്കെ മേഖലയിലാണ് ഇവർ ഇടപെടാൻ പോകുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇത് പറയൂ വാക്കാണ് പ്രധാനം എന്ന് പറഞ്ഞപ്പോൾ നിയമസഭയിൽ കൃത്യമായി മുൻ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് കൃത്യമായി കേൾപ്പിച്ചതിന് ശേഷമാണ് ഞാൻ അങ്ങേലേക്ക് വരുന്നത്. മാത്രമല്ല സെസ് അടക്കമുള്ള കാര്യങ്ങളിൽ അത് അപകടം ചെയ്യും എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഒന്നുമില്ല എന്നാണ് പറഞ്ഞത്. 1.5 കോടി ലിറ്റർ പെട്രോൾ വിൽപ്പന ഇവിടെ കുറഞ്ഞു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഇടത് നയത്തിന്റെ പ്രശ്നം കൊണ്ട്. കാരണം ഈ സെസ് ഏർപ്പെടുത്തിയപ്പോൾ ഈ ദീർഘദൂര ട്രക്കുകളൊക്കെ നമ്മുടെ സംസ്ഥാനത്തിന്റെ അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് ഇങ്ങനെ ഈ ഫുൾ ടാങ്ക് അടിക്കുന്ന സാഹചര്യം വന്നു. 1.5 കോടി ലിറ്ററിന്റെ കൺസംഷൻ ഇവിടെ നിന്ന് കുറഞ്ഞു എന്നാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറയുന്നത്. അപ്പോൾ മണ്ടത്തരമാണ് എന്ന് പറഞ്ഞു. അതിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് ഇങ്ങനെ വളരെ ഡയറക്റ്റായി ബാധിക്കുന്ന ആളുകൾക്ക് ഇളവ് കൊടുക്കണം എന്നുള്ളതാണ്. അതുതന്നെ ചൂണ്ടിക്കാണിച്ചായിരുന്നു ഇന്നത്തെ വിമർശനം എന്നാണ് എന്റെ ചോദ്യം. അല്ല, ഇപ്പൊ ഈ മുഖ്യമന്ത്രി പല കണക്കും പറഞ്ഞു. ആ കണക്ക് യഥാർത്ഥ കണക്ക് എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അന്ന് സെസ് ഏർപ്പെടുത്തുന്നതും മറ്റു തരത്തിൽ ശതമാനം വയ്ക്കുന്നതും അന്ന് സാമൂഹ്യക്ഷേമ മേഖലകളിൽ നടത്തുന്ന ഇടപെടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. ഞാൻ അതിന്റെ കണക്ക് പറഞ്ഞില്ലേ, 600-ൽ നിന്ന് 2000-ആയും 32 ലക്ഷത്തിൽ നിന്ന് 62 ലക്ഷമായിട്ടും ഉയരുമ്പോ അത് കൃത്യമായി ജനങ്ങൾക്ക് കൊടുത്ത് ഒരു മാസം പോലും കുടിശ്ശിക വച്ചിട്ടല്ലല്ലോ പോയത്. ഏതെങ്കിലും ഒരു പെൻഷൻ കുടിശ്ശിക വച്ചിട്ടാണോ പോയത്? അപ്പോൾ അന്നത്തെ ശരി കൃത്യമായി തന്നെ ജനങ്ങൾക്ക് ഗുണം കിട്ടാൻ വേണ്ടി തന്നെയാണ് ചെയ്തത്. പക്ഷെ അന്ന് അതിനെ വിമർശിച്ചവർ, അന്നത് തെറ്റാണെന്ന് പറഞ്ഞവർ, ജനങ്ങൾക്ക് ഇന്ന രൂപത്തിൽ ആനുകൂല്യം കൊടുക്കണമെന്ന് പറഞ്ഞ് കാളവണ്ടിയിൽ യാത്ര ചെയ്തവർ, സൈക്കിളിൽ യാത്ര ചെയ്തവർ, സ്കൂട്ടറിൽ യാത്ര ചെയ്തവർ, പല തെറ്റായ പ്രസ്താവന നടത്തിയവർ ഇപ്പൊ പറയുന്നു അന്നത്തെ ഗവൺമെന്റ് ചെയ്തൊക്കെ ശരി എന്ന രൂപത്തിൽ കിട്ടിയിട്ടും ഈ നികുതി കുറയ്ക്കാൻ ഇടയായിട്ടില്ല എന്നാണ്. കുറച്ചതിനെ വിമർശിക്കുകയല്ല ചെയ്തത്, കുറയ്ക്കാൻ സമ്മതിച്ചില്ല, അത് മണ്ടത്തരമാണെന്ന് പറയുക കൂടി ചെയ്തു എന്നാണ് പറയുന്നത്. അല്ല, നികുതി കുറച്ചു എന്ന് ആരും പറഞ്ഞില്ലല്ലോ. നികുതി കഴിഞ്ഞ ഗവൺമെന്റ് കുറയ്ക്കാത്തത് വലിയ അപരാധമായി പോയി എന്ന് പറഞ്ഞ് നിരന്തരം പ്രചരണം നടത്തിയവർ ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടത്? കഴിഞ്ഞ തവണ നികുതി കുറയ്ക്കാതിരുന്ന സമീപനം തന്നെ തുടരുക എന്ന് പറഞ്ഞാൽ അത് ശരിയെന്നല്ലേ അർത്ഥം? അന്നത്തെ ഒന്ന്, ഈ കാളവണ്ടി യാത്ര നികുതി കുറയ്ക്കാത്തതുമായി ബന്ധപ്പെട്ടല്ല, അത് പെട്രോൾ ഡീസൽ വിലവർദ്ധനവിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരായ സമരം എന്നുള്ളതാണ്. രാജു പി നായർ അതിൽ പങ്കെടുത്തതാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നു. നികുതി കുറയ്ക്കാത്തതുമായി ബന്ധപ്പെട്ട് അതാണ് ഞാൻ ആ ബൈറ്റ് കൃത്യമായി കേൾപ്പിച്ചത്.
നികുതി നിങ്ങൾ കുറയ്ക്കില്ലെന്ന് പലതവണ പറഞ്ഞു കഴിഞ്ഞു. ഡയറക്റ്റായി അത് ബാധിക്കുന്നവർക്ക് ഒരു നിശ്ചിതമായ ഇളവ് നൽകണമെന്നല്ലേ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി മുൻപ് സഭയിൽ പറഞ്ഞത് എന്നാണ് ഞാൻ ചോദിച്ചത്. ആ സഭയിലെ അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് ഞാൻ കേൾപ്പിച്ചത്. അല്ലേ, അതിന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്നത്തെ പ്രതിപക്ഷ നേതാവ് വലിയ പ്രതികരണങ്ങൾ പല ഘട്ടത്തിലും നടത്തി. ഈ കേരളത്തിൽ ഉയർന്നു വന്ന പല വിഷയത്തിലും നടത്തി അദ്ദേഹം. അത് ഞാൻ A to Z കുറെ കാര്യങ്ങൾ ഈ കഴിഞ്ഞ 2 ആഴ്ചത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ. ഈ വിഷയം കാറ്റഗറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കേരളയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നിയമസഭയിൽ ചർച്ച ചെയ്ത അത് അദ്ദേഹം മുഖ്യമന്ത്രി അല്ല മാധു. അതിലെന്താണ് തർക്കം? അദ്ദേഹം കഴിഞ്ഞ 5 വർഷം പറഞ്ഞ കാര്യങ്ങൾ, ആ പറഞ്ഞ കാര്യങ്ങൾ അന്നത്തെ തെറ്റായിരുന്നുവെന്നും അന്ന് ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ ശരിയാണ് എന്നുമാണ് ഇന്നത്തെ മറുപടിയിലൂടെ വ്യക്തമാക്കുന്നത്. അല്ലെങ്കിൽ ഇന്ന മേഖലയിൽ ഞാൻ കുറച്ചു, സെസ് കുറച്ചു, അല്ലെങ്കിൽ ഇന്ന വിഭാഗം ആളുകൾക്ക് ആനുകൂല്യം കൊടുത്തിരിക്കുന്നു എന്ന് പറയാനുള്ള ദിവസങ്ങൾ കഴിയുമോ? അന്ന് നിങ്ങളുടെ നിലപാട് ഇതായിരുന്നു എന്നേ പറഞ്ഞുള്ളൂ. അത് ശരിയാണെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അത് തന്നെ തുടരുമെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ നിലപാട് അന്ന് ഇതായിരുന്നു. അത് മാറിയോ? മണ്ടത്തരം ചെയ്യാനാണോ എന്നോട് ആവശ്യപ്പെടുന്നത് എന്നാ ചോദിച്ചത്. അത് ഞാൻ തുടരുമെന്നോ അത് ശരിയായിരുന്നെന്നോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞോ? അല്ല, ഒറ്റ മിനിറ്റ്. 5 കൊല്ലം പ്രസംഗിച്ച് ഈ നികുതിയൊക്കെ സ്റ്റേറ്റ് എപ്പോ വർധനവ് ഉണ്ടായാലും, കേന്ദ്ര ഗവൺമെന്റ് പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചാലും അപ്പൊ സ്റ്റേറ്റ് നികുതി വേണ്ടെന്ന് വെക്കണം, സെസ് വേണ്ടെന്ന് വെക്കണം എന്ന് നിരന്തരമായി പ്രസംഗിച്ചയാൾ ഇവിടെ ഈ അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രിയായി 4 തവണ 8 രൂപ വർദ്ധിപ്പിച്ചിട്ടും 5 പൈസ കുറയ്ക്കാൻ തയ്യാറാകാതെ വരുമ്പോ ആര് പറഞ്ഞത് ശരി? ഇപ്പോ ഇദ്ദേഹം പറഞ്ഞ നിലപാടാണോ ശരി? നിങ്ങളുടെ അന്നത്തെ നയം തെറ്റാണെന്നേ പറഞ്ഞുള്ളൂ. അങ്ങ് പറഞ്ഞു മുഖ്യമന്ത്രി ശരിയാണെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി ശരിയാണെന്ന് പറഞ്ഞിട്ടില്ല, ഇന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആ പ്രതികരണം അടക്കം കാണിക്കുകയും ചെയ്തത്. നമ്മളൊരു കാര്യം പറയുമ്പോൾ വസ്തുതാപരമായി പറയണം. മുഖ്യമന്ത്രി ശരിയാണെന്ന് പറഞ്ഞിട്ടില്ല. ശരിയാണെന്ന് അല്ല 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 എന്റെ അഭിപ്രായമല്ലേ പറഞ്ഞത്. 5 കൊല്ലം ഇതിനെ എതിർത്തയാൾ ഭരണത്തിൽ വന്നിരിക്കുന്നു, മുഖ്യമന്ത്രി ആയിരിക്കുന്നു. ഇപ്പോ അത് നടപ്പാക്കാൻ, അദ്ദേഹം പറഞ്ഞ കാര്യം നടപ്പാക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല, അദ്ദേഹം വിഴുങ്ങുന്നു. അപ്പോൾ ഏതാ ശരിയെന്നാ ഞാൻ ചോദിച്ചത്. അത് എന്റെ അഭിപ്രായമായിട്ടാ ചോദിച്ചത്. മുഖ്യമന്ത്രി അത് പറയുമോ? മുഖ്യമന്ത്രി നേരെ ഘടകം തിരിഞ്ഞിരിക്കുന്നു, ഓപ്പോസിറ്റായി മാറിയിരിക്കുന്നു. അത് മനസ്സിലാക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം. നിങ്ങളുടെ നയം ശരിയാണ് എന്ന തരത്തിലോ ഞങ്ങൾ അത് തുടരുമെന്നോ പറഞ്ഞിട്ടില്ല. ഇതാണ് സാഹചര്യം, സംസ്ഥാനത്തെ സാമ്പത്തിക സാഹചര്യം പഠിക്കണമെന്നാണ് പറഞ്ഞത്. ധവളപത്രവുമായി ബന്ധപ്പെട്ട് അങ്ങ് ഉന്നയിച്ച മറ്റെല്ലാ കാര്യങ്ങളിലും ഞാൻ ഇപ്പോൾ മറുപടി പറയുന്നില്ല. ധവളപത്രം വരുന്നുണ്ട്, അതിനുശേഷം വിശദമായ ചർച്ച എന്നുകൂടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ശ്രീ ഷാബു പ്രസാദ്, സംസ്ഥാനത്തിന് നികുതി വീതം കുറയ്ക്കണമെന്ന് BJPക്ക് ഒരു അഭിപ്രായം ഉണ്ടായിക്കൂടെ? അല്ല, അത് BJPക്കാരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയട്ടെ. തീർച്ചയായിട്ടും അതായത് ഈ പെട്രോളിൻ്റെ ആ പ്രൈസിൻ്റെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അത് 59 രൂപയാണ് അതിൻ്റെ ബേസ് പ്രൈസ്. കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് 19 രൂപയും ബാക്കി ഏതാണ്ട് 35-36 രൂപ സംസ്ഥാന ഗവൺമെൻറ്റിനുമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കാര്യം അതുമാത്രമല്ല, ഈ കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടിയുടെ 40% സംസ്ഥാന സർക്കാരിനുണ്ട് താനും. അപ്പോൾ ഇതിൻ്റെ അകത്ത് കാര്യമായി എന്തെങ്കിലും സബ്സ്റ്റാൻഷ്യലി ചെയ്യാൻ കഴിയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിനാണ്. നോക്കൂ, ഇപ്പോൾ ഞാൻ പറഞ്ഞു, കേരളത്തിനേക്കാൾ നമ്മുടെ അടുത്ത ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പെട്രോളിന് ടാക്സ് ഉള്ള സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്. ഏറ്റവും കൂടുതലെന്ന് ഞാൻ പറഞ്ഞില്ല, അത് തെലങ്കാനയാണ്. അറിഞ്ഞില്ലേ? ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ പെട്രോൾ പ്രൈസ് ഉള്ളത് അതെങ്ങോട്ടാണ് ഈ പോകുന്നത്? അപ്പോൾ ഇതിൻ്റെ അകത്ത് മറ്റു വരുമാനങ്ങളുണ്ടല്ലോ കേന്ദ്ര സർക്കാരിന്. സംസ്ഥാനത്തിന് ആകെയുള്ളൊരു വരുമാനം എന്ന് പറയുന്നത് ഇതല്ലേ ഏറെയും കുറഞ്ഞും. അവിടെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന കാര്യം വേണ്ടത്. ഇവിടെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കൂടുതൽ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുക. ഇവിടെ ആകെയുള്ളത്, അതായത് കൈ നനയാതെ കിട്ടുന്ന ഇത് മാത്രമേ ഉള്ളൂ കാര്യം. ഈ പെട്രോളിയത്തിന്റെ വിപണനത്തിലോ ഒന്നും സർക്കാരിന് 1 രൂപ ചെലവോ 1 തുള്ളി വിയർപ്പോ ഇല്ല. ഇത് രണ്ടുമില്ലാതെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന പണമാണത്. അവിടെ സർക്കാരിന്റെ വരുമാനം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള നികുതി വരുമാനം പല രീതിയിലുള്ള സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഉണ്ടാവും. അവർക്കത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. അവർക്കത് ചെയ്യാതിരിക്കാൻ കഴിയില്ല ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇവിടെ ഒരു വലിയ രീതിയിലുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഇവിടെ നടത്താൻ ഇവിടെ CPM-നും പ്രതിപക്ഷ പാർട്ടികൾക്കൊക്കെ കഴിയും.
ഇപ്പോൾ ആ ഒരു തുടക്കത്തിലെ കല്ലുകടി ഒഴിവാക്കാൻ ചെറിയ തോതിലെങ്കിലും ഈ 7.5 രൂപ വർദ്ധിച്ചത് കേന്ദ്ര സർക്കാർ ഒരു 5 രൂപ കൂടി വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. അതായത് ഇപ്പോഴത്തെ അണ്ടർ സ്റ്റോറി സമയം പൂർണ്ണമായും പൂർത്തിയായതോടാണ് ശ്രീ ആനന്ദ് കുച്ചോടി എന്നോട് ക്ഷമിക്കുകയും വേണം. Debate with Madhu Saji.